എല്ലാം സെറ്റായില്ല. ഗുഡ് ഈവനിങ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Jan 26 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ അതിനു മുമ്പ് നമുക്ക് ഓരോ ചാപ്റ്ററിലും 100 മാർക്സിന് എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിലും വെയിറ്റേജ് വന്നതെന്നുള്ള ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ അതിനുശേഷം നമ്മൾ ആ ക്വസ്റ്റ്യനെ ചാപ്റ്റർ വൈസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ടൈം ചോദിച്ചത്, സോ അതിൽ നിന്ന് നോർമലി നമുക്കറിയാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഈ വരുന്ന എക്സാമിന് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് ഓരോ ചാപ്റ്ററിലും വന്ന ക്വസ്റ്റ്യൻ വെയിറ്റേജ്. സോ ഫസ്റ്റ് റേഷ്യോ പ്രൊപ്പോർഷൻ ഇൻഡീസസ് ആൻഡ് ലോഗരിതംസിൽ നിന്ന് 5 മാർക്സ്. സോ നോർമലി 4 to 5 മാർക്സ് ആണ്. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. ഇക്വേഷൻ ചാപ്റ്ററിൽ 2 മാർക്സ് ആണ്. നമുക്ക് ഈ തവണ 3 to 4 ക്വസ്റ്റ്യൻസ് മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലീനിയർ ഇൻഇക്വാളിറ്റീസിൽ നമുക്ക് 3 മാർക്സിന് വന്നു. നമ്മൾ ജനറലി 2 മാർക്സിനാണ് ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഒബ്വിയസ്ലി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എപ്പോഴും പറയുന്ന പോലെ 4th ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ട്? എക്സാക്ട്ലി 14 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ 5th ചാപ്റ്റർ ബേസിക്സ് ഓഫ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ 4 മാർക്സ്, സീക്വൻസ് ആൻഡ് സീരീസ് 4 മാർക്സ്, സെറ്റ്സ് റിലേഷൻ ഫംഗ്ഷൻസ് ആൻഡ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ 4 മാർക്സ്. ദെൻ ബേസിക് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്, അതിൽ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു 3 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ അത് ബാക്കിയുള്ള ചാപ്റ്ററിലേക്ക്, സോ ഇക്വേഷൻ ചാപ്റ്ററിലും ഈ പറയുന്ന പോലെ 5, 6, 7 ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലേക്ക് 5 മാർക്കിലേക്ക് മാറാൻ ഇത്തവണ. ഓക്കെ, സോ ദെൻ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അടുത്തത് ലോജിക്കൽ റീസണിങ് 4 ചാപ്റ്ററിൽ പതിവ് പോലെ എല്ലാ ചാപ്റ്ററിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ 13th ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ആൻഡ് സാമ്പിളിങ്ങിൽ നിന്ന് 9 മാർക്സ്. തിയറി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് 9 മാർക്സിന്. ദെൻ ഒബ്വിയസ്ലി മെഷേഴ്സ് ഓഫ് സെറൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ 11 മാർക്സിന്. സോ രണ്ടും കൂടെ നമ്മൾ പറയുന്ന പോലെ ഈ 2 ചാപ്റ്ററും കൂടെ ചേർത്ത് 13th ആൻഡ് 14th ചാപ്റ്റർ രണ്ടും കൂടെ ചേർത്ത് 20 മാർക്സ്. അതേപോലെ നമ്മൾ നോർമലി വെയിറ്റേജ് ക്ലാസ്സിൽ പറയുന്നത് പോലെ തന്നെ ആ വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രോബബിലിറ്റി റീസെൻ്റ്ലി ഞാൻ പറഞ്ഞിരുന്നു 5 to 7 മാർക്സിന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി. ദെൻ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 4 to 5 ആണ് റേഞ്ച് വരുന്നത്. 4 മാർക്സിന് വന്നിട്ടുണ്ട്. കോറിലേഷൻ റിഗ്രഷൻ 5 മാർക്സിന്, ഇൻഡെക്സ് നമ്പേഴ്സും 5 മാർക്സിന് തിയറി ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇത്തവണ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 9 മാർക്സിൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് തിയറി ആയിരിക്കില്ല. സോ അതിനകത്തും സോൾവിങ് ക്വസ്റ്റ്യനും കൂടെ വരാൻ ചാൻസ് കൂടുതലാണ് ഇത്തവണത്തെ എക്സാമിന്. സോ ഇത്രയാണ് നമ്മുടെ വെയിറ്റേജ് വന്നിരിക്കുന്നത്. നമ്മൾ ഡിസ്കഷൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പോലല്ല, ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് അപ്രോച്ച്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈം ചോദിച്ചു, ഇനി നോർമലി ചോദിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നമുക്ക് ഇത്തവണ എക്സാമിന് പോകുന്നതിന് മുമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവുള്ളൂ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ സ്ട്രൈറ്റ് അവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻ. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡീസസിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: x raised to b divided by x raised to c, x raised to b divided by x raised to c, x raised to b divided by x raised to c the whole raised to b plus c minus a into x raised to c divided by x raised to a the whole raised to c plus a minus b into x raised to a divided by x raised to b the whole raised to a plus b minus c, a plus b minus c. സോ നമുക്ക് ഏത് മെത്തേഡിലാണ് നമ്മളിത് മസ്റ്റായിട്ട് ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ബി എ സി എ ബി പ്ലസ് സി മൈനസ് എ, സി എ എ ഉണ്ടോ, എ ബി എ സി എ കഴിഞ്ഞ് സി എ വന്നു, സി പ്ലസ് എ മൈനസ് ബി, എ ബി എ പ്ലസ് ബി മൈനസ് സി. ദാറ്റ് മീൻസ് സൈക്ലിക് ഓർഡർ ഫോളോ ചെയ്താൽ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഉണ്ടോ, എക്സാമിൻ്റെ അപ്രോച്ച് ഇതാണ്. ഇത് സോൾവ് ചെയ്ത് സമയം കളയരുത് എക്സാമിന്. സൈക്ലിക് ഓർഡർ ആണ്. സൈക്ലിക് ഓർഡർ ആണെങ്കിൽ സൈക്ലിക് ഓർഡർ ഫോളോഡ്. സോ ദാറ്റ് മീൻസ് സൈക്ലിക് ഓർഡർ ഫോളോ ചെയ്താൽ ഇൻഡീസസിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഉണ്ടോ, എക്സാമിന് ഈ അപ്രോച്ചാണ് എടുക്കുന്നത്, നമ്മളെപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. സോ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നമുക്കിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എക്സ് റൈസ് ടു ബി ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു സി എന്നുള്ള എക്സ് റൈസ് ടു
ബി മൈനസ് സി ഇൻറ്റു ബി പ്ലസ് സി മൈനസ് എ ഇൻറ്റു അടുത്തത് എക്സ് റൈസ് ടു സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് റൈസ് ടു എ മൈനസ് ബി എ പ്ലസ് ബി മൈനസ് സി ഉണ്ട്. ഇങ്ങനെ എക്സാമിന് ചെയ്ത് നമ്മൾ റെഗുലർ ബാച്ചിൽ ഇത് ചെയ്യാറുണ്ട്. എക്സാമിന് ഇങ്ങനെ വന്നാൽ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. എക്സാമിന് വന്ന ഇതേ ക്വസ്റ്റ്യൻ, ഒരു മാറ്റമില്ല, സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി മൈനസ് സി ഇൻറ്റു ബി പ്ലസ് സി നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് റൈസ് ടു ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ദെൻ മൈനസ് എ കൊണ്ട് ബി എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ ബി പ്ലസ് എ സി. അതേപോലെ എക്സ് റൈസ് ടു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സി പ്ലസ് എ ബി ഇൻറ്റു എക്സ് റൈസ് ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് എ സി പ്ലസ് സി ബി. സോ ബേസ് എക്സ് ആണ്. പവർ എല്ലാം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം മൾട്ടിപ്ലിക്കേഷൻ ബേസ് സെയിം ആണെങ്കിൽ പവർ എല്ലാം ആഡ് ചെയ്യണം. സോ ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി പ്ലസ് എ ബി പ്ലസ് എ സി മൈനസ് ബി സി സി ബി മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദാറ്റ് മീൻസ് എല്ലാം ക്യാൻസൽ ആകും. എക്സ് റൈസ്ഡ് ടു 0. ഇനി നമ്പർ വെച്ച് 0 ഈസ് ഓൾവേസ് 1. ഇങ്ങനെ ചെയ്ത് സമയം കളയരുത്. നേരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സൈക്ലിക് ഓർഡർ. എക്സാമിന് ഷോർട്ട് കട്ട് ട്രിക്കാണ്. ഇൻഡീസസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ലോഗിൻ്റെ കേസിൽ സൈക്ലിക് ഓർഡർ വന്നാൽ നമുക്ക് എന്തായിരിക്കും ആൻസർ? 1. So first question, answer 1. Then next one. 1 year ago, the ratio of wages in years of A and B was 5:4. The ratio of their wages 4 years from now will be 6:5. What will be the age of A in year after 10 years from now? So ratio of ages 1 year ago. Ratio 1 year ago. So ratio of ages 1 year ago. So എത്രയാണ്? 5:4. That means നമ്മൾ നോർമലി എങ്ങനെ എടുക്കും? Actuals 5x and 4x. Then ratio of ages 4 years from now. 4 years from now. So that means ഇപ്പോൾ ഒരു വർഷം മുന്നേ ഉള്ളതാണ് 5x 4x. 4 years from now. That means ഒരു വർഷം മുന്നേ ഉള്ളതിൽ നിന്ന് എത്ര വർഷം കൂടും? ഇപ്പോൾ എത്താനായിട്ട് ഒരു വർഷം മുന്നേയിൽ നിന്ന് നൗവിലേക്ക് എത്താനായിട്ട് ഒരു വർഷം, then 4 years. So that means total 5 years. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം നമുക്കത്? 5x divided by 5x plus 5 divided by 4x plus 5 എന്ന് പറയുന്നത് എന്താണ്? 6/5 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ. ഒരു വർഷം മുന്നേ 5:4 ആണ്. ദാറ്റ് മീൻസ് 5x 4x. ദാറ്റ് മീൻസ് നൗ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വർഷം കൂടെ കൂട്ടണം, ഒരു ഏജ് കൂടെ കൂടും. ദാറ്റ് മീൻസ് 5x plus 1 4x plus 1. അത് കഴിഞ്ഞ് 4 വർഷം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5x plus 5 1ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ 5x plus 5 4x plus 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസറിലേക്ക് വരിക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എഴുതി സമയം കളയരുത്. 5 × 5x plus 5 എന്നുള്ളതൊന്നും എഴുതരുത്. 25x plus 25 is equal to 24x plus 30. So that implies ഈ 24x ഇപ്പോൾ വരുമ്പോൾ മൈനസ് 24x. ദാറ്റ് മീൻസ് 25x മൈനസ് 24x എത്ര കിട്ടും? x കിട്ടും. 30 മൈനസ് 25 ഈക്വൽ ടു 5. സോ x 5 ആണെങ്കിൽ what will be the age of A in years after 10 years from now? 10 years from now. So 10 years from now. 10 years from now. So എന്താണ്? ഒരു വർഷം മുന്നേ 5x ആണ്. 10 years from now എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നേയിൽ നിന്ന് ഈ വർഷം ആകാകുമ്പോഴത്തേക്കും 1, ദെൻ പ്ലസ് ഇടാകുമ്പോഴത്തേക്കും 5x plus 11. എയുടെ ഏജ് 5x plus 11 ആണ്. 5 × 5 plus 11. 25 plus 11 equal to 36. 36 years ആണ് ആൻസർ. 36 years. 36 years. 36 years. Okay. Then third question. 3x into b raised to 5 log x to the base b. So a raised to log x to the base a equal to x. ആ പ്രോപ്പർട്ടി നമ്മൾ ഈ ഒരു ടേമിൽ യൂസ് ചെയ്താൽ നേരെ ആൻസറിലേക്കാണ് എത്തുന്നത്. 192. So that means ഇങ്ങനെ എഴുതാം 3x
ഇൻറ്റു സോ ഇതെങ്ങനെ എഴുതാം നമുക്ക് ലോഗ് ബി റേസ്ഡ് ടു 5 log എക്സിനെ എങ്ങനെ എഴുതാം ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 5 ടു ദ ബേസ് ബി ഇസ് ഈക്വൽ ടു 192 സോ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3x ഇൻറ്റു എക്സ് റേസ് ടു 5 is equal to 192 so that implies നമുക്ക് എന്ത് വരും 3x raised to 6 is equal to 192 that implies x raised to 6 is equal to 192 divided by 3 64 ആണ് സോ നമുക്കറിയാം 2 raised to 64നെ നമുക്ക് 2 raised to 6 എന്ന് എഴുതാം so that means x is equal to എത്ര വന്നു that implies x is equal to x raised to 6 എങ്ങനെ എഴുതാം x raised to 6 equal to 2 raised to 6 that implies x plus or minus 2 ആണ് നമ്മുടെ ചോയ്സിൽ മൈനസ് 2നെ കുറിച്ചൊന്നും പറയുന്നില്ല therefore answer 2 okay അല്ലേ answer 2 then in India an examination is conducted in 2 sessions in the first session the ratio of boys to girls among 455 students is 80:5 that means total 455 students ഉണ്ട് അതിൽ ഓർഡർ ശ്രദ്ധിക്കണം ratio of boys to girls that means B is to G ഇപ്പോൾ എത്രയാണ് right now 8:5 that means 8x boys ഉണ്ടെങ്കിൽ 5x girls ഉണ്ട് so that means ഇതിൽ നിന്ന് ആക്ച്വലി ഇപ്പോഴുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം കണ്ടുപിടിക്കാനുള്ള നമുക്ക് so 5x plus 8x plus 5x that means 13x equal to 455 13x is equal to 455 so 455 divided by 13 30x 35 ആണ് therefore number of boys right now boys എത്ര ഉണ്ട് 8 into 13 that means 280 then girls ൻ്റെ എണ്ണം 5 into 35 175 so രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 455 175 ഇനി എന്താ നമുക്ക് if 50 new girls are admitted in the second session how many new boys must be admitted so that the ratio of girls to boys becomes 3:4 ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇവിടെ ബോയ്സ് ടു ഗേൾസ് ആയിരുന്നു ഇവിടെ വരുന്ന റേഷ്യോ ശ്രദ്ധിക്കണം ratio of girls to boys becomes 3:4 so that means right now എത്ര ഗേൾസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ ഗേൾസ് ടു ബോയ്സ് അല്ലെങ്കിൽ ബോയ്സ് ഇപ്പോൾ നമുക്ക് ഗേൾസ് ഡിവൈഡഡ് ബൈ ബോയ്സ് റൈറ്റ് നൗ എത്ര ഗേൾസ് ആണ് 175 ഗേൾസ് ആണ് സോ അതിൻ്റെ കൂടെ എത്ര ഗേൾസിനെ കൂടെ ആഡ് ചെയ്തു 50 ഗേൾസിനെ കൂടെ ആഡ് ചെയ്തു റൈറ്റ് നൗ ബോയ്സ് എത്രയാണ് 280 ആണ് അതിൻ്റെ കൂടെ എത്രയോ ബോയ്സ് നമുക്ക് ബി എന്ന് എഴുതാം ഈസ് ഈക്വൽ ടു എത്രയാണ് 3/4 സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം 225 divided by 280 plus b is equal to 3/4 ഇപ്പോഴും റേഷ്യോയിൽ ആ പറഞ്ഞിരിക്കുന്ന ഓർഡർ ശ്രദ്ധിക്കണം റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് എന്ന് പറഞ്ഞാൽ ബോയ് ഈസ് ടു ഗേൾ ആണ് റേഷ്യോ ഓഫ് ഗേൾസ് ടു ബോയ്സ് എന്ന് പറഞ്ഞാൽ ഗേൾ ഈസ് ടു ബോയ്സ് ആണ് വരേണ്ടത് സോ അതാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് സോ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 225 into 4 900 is equal to 280 into 3 840 plus 3b that means 3b is equal to 60 that implies b number of boys പുതിയതായിട്ട് വരേണ്ട ബോയ്സിൻ്റെ എണ്ണം എത്രയാണ് 20 സോ ആൻസർ 20 ബോയ്സിനെ കൂടെ ആഡ് ചെയ്താലാണ് എന്താകുന്നത് ഗേൾസ് ഈസ് ടു ബോയ്സ് എന്നുള്ളത് റേഷ്യോ എന്തായിട്ട് മാറും 3:4 ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ദെൻ ഇൻഡീസസിലോ അല്ലെങ്കിൽ ഇക്വേഷനിലോ ഏതിൽ വേണമെങ്കിലും ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം ബട്ട് നമ്മൾ റെഗുലർ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്ന ഇൻഡീസസിലാണ് എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ഒരു മാറ്റമില്ലാത്ത ക്വസ്റ്റ്യൻ നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് മീൻസ് അവിടെ നമ്മൾ എടുക്കുന്ന ഫോർമുല ഇതിനെ y ഈക്വൽ ടു റൂട്ട് ഓഫ് ബി പ്ലസ് റൂട്ട് ഓഫ് 5 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല y ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്നാണ് വരുന്നതെങ്കിൽ y കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഷോർട്ട് കട്ട് ഫോർമുല റൂട്ട് ഓഫ്
4x plus 1 റൂട്ടിന് പുറത്ത് plus 1 the whole divided by 2. സോ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ് 5 ആണ്. ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം നമുക്ക് റൂട്ട് ഓഫ് 4 ഇൻറ്റു 5 plus 1 then റൂട്ടിന് പുറത്ത് plus 1 divided by 2. that means root of 21 plus 1 divided by 2. that means 1 plus root of 21 divided by 2 is the right answer. choice B. അങ്ങനെ 5 ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 5 ക്വസ്റ്റ്യനിൽ എക്സാക്ട്ലി 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ള നമ്പർ മാത്രം ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസിലേക്ക് വരുമ്പോൾ so alpha and beta are the roots of the equation. 2x square minus 3x plus 1 2x square minus 3x plus 1 equal to 0. ഇതിൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ഇതിനൊരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. നമുക്ക് നോർമൽ രീതിയിൽ ഒന്ന് ചെയ്തിട്ട് ആ ഷോർട്ട് കട്ട് ഫോർമുല എന്താണെന്ന് പറയാം. അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷനും ക്യൂബിക് ഇക്വേഷനും നമുക്ക് ആ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാം. എന്താണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ആൽഫയും ബീറ്റയും ആണ് റൂട്ട്സ് എങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ദാറ്റ് മീൻസ് 3/2. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ദാറ്റ് മീൻസ് 1 divided by 2. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ. നമുക്കൊരു ന്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ന്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് റൂട്ട്സ് 1 by alpha comma 1 by beta 1 by alpha comma 1 by beta. ഓക്കെ, സോ 1 by alpha നമുക്ക് റൂട്ട്സ് തന്നാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിൽ ബി എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ദാറ്റ് മീൻസ് 1 by alpha plus 1 by beta into x plus product of roots 1 by alpha into 1 by beta equal to 0. so that implies x square minus ഇതെങ്ങനെ എഴുതാം നമുക്ക്? alpha plus beta divided by alpha beta into x plus 1 divided by alpha beta equal to 0. നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. x square minus alpha plus beta എത്രയാണ്? 3/2 divided by 1/2 into x plus 1 by alpha beta എത്രയാണ്? 1/2 equal to 0. then ഇതാണ് നമുക്ക് ഫോർമുല, ഷോർട്ട് കട്ട് ഫോർമുലയുടെ ഇമ്പാക്റ്റ് ആണ്. ഇത്രയും സ്റ്റെപ്പ് എഴുതിയാണ് നമുക്ക് നോർമൽ പ്രൊസീജിയറിൽ ഇത് നമ്മൾ ചെയ്യുന്നത്. x square minus 3/2 into 2x plus 2 equal to 0. That implies നമുക്ക് 2 get cancelled. Therefore answer എന്ത് വരും? x square minus 3x plus 2 equal to 0. ഇവിടെയാണ് നമുക്ക് 6 സ്റ്റെപ്പോളം നമുക്ക് ഈ വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിച്ച് 1 2 3 4 5 6 സ്റ്റെപ്പോളം നമുക്ക് വേണ്ടി വരും. ബട്ട് നമുക്ക് ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. എന്താണ് ആ ഷോർട്ട് കട്ട് ഫോർമുല? നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കേസിലും ക്യൂബിക് ഇക്വേഷൻ്റെ കേസിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ് റൂട്ട്സ് ഓഫ് ax square plus bx plus c equal to 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും എങ്കിൽ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ are alpha comma beta. Then quadratic equation with the roots 1 by alpha comma 1 by beta. അതായത് എക്സാക്ട്ലി റെസിപ്രോക്കൽ വന്നാൽ, നേരത്തെ ഉണ്ട് ഇപ്പോഴുള്ള റൂട്ടിൻ്റെ എക്സാക്ട്ലി റെസിപ്രോക്കൽ വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിക്കണേ. റിവേഴ്സ് ഓർഡറിൽ ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം ബിയുടെ കോയിഫിഷ്യൻറ്റ് എയുടെ കോയിഫിഷ്യൻറ്റ് റിവേഴ്സ് ഓർഡറിൽ എടുക്കുക. അതായത് എക്സാക്ട്ലി എന്താണോ റൂട്ട്സ് അതിൻ്റെ എക്സാക്ട്ലി റെസിപ്രോക്കൽ ആണ് വരുന്നതെങ്കിൽ നമുക്ക് നേരെ എന്ത് വരും? സി ദെൻ സി എക്സ് സ്ക്വയർ, ഫസ്റ്റ് സി എടുത്തു, ദെൻ ബി എക്സ് പ്ലസ് എ ഈക്വൽ ടു 0. നേരെ റിവേഴ്സ് ഓർഡറിൽ കോൺസ്റ്റൻറ്റ് ടേം അതിൻ്റെ കൂടെ ഇൻറ്റു എക്സ് സ്ക്വയർ, ദെൻ എക്സ് ടേം അതിൻ്റെ ഇൻറ്റു എക്സ് ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് ഇൻറ്റു എക്സ്, ദെൻ എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? റിവേഴ്സ് ഓർഡറിൽ വരുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. നേരെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കി, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0 ആയിരുന്നു. ഇന്ന് റിവേഴ്സ് ഓർഡറിൽ എടുക്കുമ്പോൾ നോക്കി, എക്സ് 1 ആണ്, 1x സ്ക്വയർ, ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 അല്ലേ? നോക്കി 6 സ്റ്റെപ്പ്, 6 7 മറ്റേ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും ഒക്കെ കണ്ടുപിടിച്ച്
ആറോ ഏഴോ സ്റ്റെപ്പ് എഴുതി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ഷോർട്ട് കട്ട് ട്രിക്ക് അറിയാമെങ്കിൽ നേരെ ആൻസറിലേക്ക് എത്താം. ഇതെല്ലാം നമുക്ക് ഇത്തവണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചോദിച്ചുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ ക്യൂബിക് ഇക്വേഷൻ്റെ ചോദിക്കാം. സോ അവിടെയും ഇതേപോലെ നമുക്ക് ഫോമുല എടുക്കാം. ഇഫ് റൂട്ട്സ് ഓഫ് ക്യൂബിക് ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു 0 ആർ ആൽഫ ബീറ്റ ഗാമ, ദെൻ ക്യൂബിക് ഇക്വേഷൻ വിത്ത് റൂട്ട്സ് ഇതിൻ്റെ റെസിപ്രോക്കൽ 1/ആൽഫ 1/ബീറ്റ 1/ഗാമ വന്നാൽ നേരെ എന്താണ്, ഇതും റിവേഴ്സ് ഓർഡറിൽ എടുക്കുക. അതായത് ആദ്യം എന്തുകൊണ്ട് ഡി എക്സ് ക്യൂബ് ദെൻ സി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് എ ഈക്വൽ ടു 0. ക്യൂബിക് ഇക്വേഷൻ നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുള്ളതാണ്. അത് നോർമലി ഇതേപോലെ ചെയ്യാൻ മീൻസ് ഇതിലും കൂടുതൽ സ്റ്റെപ്സും കാര്യങ്ങളും വരും. ലാസ്റ്റ് ടൈം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചോദിച്ചു. സോ ഇത്തവണ അതുകൊണ്ട് നമുക്ക് എന്താണ് ക്യൂബിക് ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ യൂസ് ദിസ് ഷോർട്ട് കട്ട് ഫോമുല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. 2x plus 3y equal to 34 ആണ്. സോ നമുക്ക് 7x plus 5yയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോയ്സ് മെത്തേഡ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ രണ്ടാമത് തന്നിരിക്കുന്ന x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഈക്വൽ ടു 13/8. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം, 8x പ്ലസ് 8y ദെൻ ഈക്വൽ ടു മൈനസ് പ്ലസ് 13y മൈനസ് എത്ര വരുമ്പോഴത്തേക്കും 8x പ്ലസ് 8y ഈക്വൽ ടു 13y. ഈ 13y ഇപ്പറ വരുമ്പോൾ നമുക്ക് എന്താവും, 8x മൈനസ് 5y ഈക്വൽ ടു 0 എന്നാവും. 8x മൈനസ് 5y ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണുള്ളത് സോൾവ് ചെയ്യാനായിട്ടുള്ളത്. 2x പ്ലസ് 3y ഈക്വൽ ടു 34 ദെൻ 8x മൈനസ് 5y ഈക്വൽ ടു 0. സോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് നല്ലത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒരേപോലെ ആക്കാം. ദെർഫോർ നമുക്ക് എന്താ, ഫസ്റ്റ് ഇക്വേഷൻ വണ്ണിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് മീൻസ് എത്ര വരും, 8x പ്ലസ് 12y ഈക്വൽ ടു 34 ഇൻറ്റു 4 136. താഴെ 8x മൈനസ് 5y ഈക്വൽ ടു 0. ഇക്വേഷൻ ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ സോ മൈനസ് ഇത് പ്ലസ് ഇത് മൈനസ് 8x ക്യാൻസൽ ആകും. 17y is equal to 136. That implies y equal to 136 divided by 17. 8 y 8 കിട്ടി. y 8 ആണെങ്കിൽ x സോ നേരെ ഇക്വേഷൻ 2ലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒറ്റടി കിട്ടുന്നതാണ് 8x minus 5 into 8 equal to 0. That means 8x equal to 40. x എത്ര കിട്ടി, 5. സോ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. 8ഉം 5ഉം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 7x plus 5y ആണ്. 7x plus 5y can be written as 7 into 8 plus 7x അല്ലേ, 7 into 5 plus 5 into 8. So 35 plus 40 75. So answer 75. സോ ഇത്രയാണ് നമുക്ക് രണ്ട് ക്വസ്റ്റൻ ആണ് ഇക്വേഷൻ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. ദെൻ തേർഡ് ചാപ്റ്റർ ഇന്നിക്വാളിറ്റീസ്. ഓക്കെ അല്ലേ. ദെൻ തേർഡ് ചാപ്റ്ററിൽ സോൾവ് എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തിട്ടുള്ളതാണ്. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ. 5 minus 2x divided by 3 less than or equal to x by 6 minus 5. സോ ഇത് നമുക്ക് 5 minus 2x divided by 3 less than or equal to ഇവിടെ LCM എടുക്കുമ്പോൾ x minus 30 divided by 6. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 3 6 കൊണ്ട് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ഇംപ്ലൈസ് അതിനുശേഷം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 5 10 minus 4x less than or equal to x minus 30. So that means 10 minus 10
മൈനസ് 30 അപ്പുറം വരുമ്പോൾ 40 ആകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് അപ്പുറം വരുമ്പോൾ പ്ലസ് 4x ആവും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 4x 5x വരും. സോ ദാറ്റ് ഇംപ്ലൈസ് 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ദാറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. X greater than or equal to 8 is the right answer. X greater than or equal to 8. X greater than or equal to 8. Then next one. So then question 5 minus 2x divided by 4 less than or equal to 8 by x by 8 minus 5 and രണ്ടാമത്തേത് x plus 4 divided by 3 less than or equal to 6. ഫസ്റ്റ് ഇതെടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ 5 minus 2x divided by 4 less than or equal to 8 minus 40 divided by x minus 40 divided by 8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 8 2 ക്യാൻസൽ ചെയ്യാം. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 minus 4x is equal to x minus 40. 10 minus 4x equal to x minus 40. So x equal to എത്ര വരും? x so ഇവിടെ less than or equal to 50 less than or equal to 5x. That implies എന്താണ് 10 less than or equal to x. 10 less than or equal to x. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസിൽ നിന്ന് കിട്ടുന്ന രണ്ടാമത്തത്. ഒക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ 4 അപ്പുറം വരുമ്പോൾ 14. അതായത് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14. സോ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ രണ്ടും സൈഡ്സ് വേണ്ട ആൻഡ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14. സോ ദാറ്റ് മീൻ എന്താണ് ഇതിൻ്റെ മീനിങ്? എക്സിൻ്റെ വാല്യൂ 10 അതിൽ കൂടുതലോ ആണ്, 14 അതിൽ കുറവോ ആണ്. രണ്ടും കൂടെ വരുന്ന ചോയ്സ് ഏതാണ്? ചോയ്സ് സി ഇസ് ദ റൈറ്റ് ആൻസർ. ചോയ്സ് സി. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ. സോ നമ്മുടെ വർക്ക് ബുക്കിലുള്ള സെയിം നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന സെയിം ക്വസ്റ്റൻ ആണ് ഇതും. നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടഡ് ആണോ, ഫീസിബിൾ ആൻഡ് ബൗണ്ടഡ്, ഇൻഫീസിബിൾ ആണോ, ഫീസിബിൾ ആൻഡ് ബൗണ്ടഡ് ആണോ, അൺബൗണ്ടഡ് ആണോ, ഫീസിബിൾ ആൻഡ് ബൗണ്ടഡ് ആണോ നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റീസ് ഒന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രാഫ് വരച്ച് അതിനകത്തൊട്ടെത്തിക്കാം. ഫസ്റ്റ് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. സോ ദാറ്റ് മീൻസ് 2x പ്ലസ് വൈ ഈക്വൽ ടു 8. ഇക്വേഷൻ വേണം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്, ഗ്രാഫിൽ സോൾവ് ചെയ്യാനായിട്ട്. എക്സ് 0 എടുത്താൽ y 8 ആണ്, y 0 എടുത്താൽ x 4 ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ അതേപോലെ രണ്ടാമത്തെ ഇൻഇക്വാളിറ്റി നമുക്ക് എത്ര ഇൻഇക്വാളിറ്റീസ് ഉണ്ട്? 3 ഇൻഇക്വാളിറ്റീസ് ഉണ്ട്. എക്സ് പ്ലസ് വൈ, രണ്ടാമത്തത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12. എക്സ് 0 ആണെങ്കിൽ y 12, y 0 ആണെങ്കിൽ x 12. ദെൻ തേർഡ് വൺ എന്താണ്? 2x പ്ലസ് 3x പ്ലസ് 2y, 3x പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 34. സോ നമ്മൾ ആദ്യം ഇക്വേഷൻ 2x പ്ലസ് 3x പ്ലസ് 2y ഈക്വൽ ടു 34. എക്സിന് 0 കൊടുത്താൽ y 17 ആണ്, yക്ക് 0 കൊടുത്താൽ 34 divided by 3 11.33. നമുക്ക് ജസ്റ്റ് ഒരു ഏകദേശം കിട്ടിയാൽ മതി ഗ്രാഫ് വരച്ചിട്ട് ഫീസിബിൾ ആണോ ബൗണ്ടഡ് ആണോ എന്ന് കാണാനായിട്ട്. സോ ദാറ്റ് മീൻസ് എക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് 12 വരെയൊക്കെ എടുക്കാം നമുക്ക്, വൈയിൽ 17 വരെ. ജസ്റ്റ് 0 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 7 8 വൈയിൽ നമുക്ക് 17 വരെ വേണം. ചെറുതായിട്ടൊന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15
16, 17. Okay. So first 0, 8. ഇത് ഫസ്റ്റ് എടുക്കുന്നത് എക്സിൽ 0, ഇതാണ് എടുക്കുന്നത് ആദ്യം 0, 8. ദാറ്റ് മീൻസ് y ആക്സിസിൽ 8, എക്സ് ആക്സിസിൽ 4. രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഇവിടെയാണ് വരുന്നത്. സോ അതിൻ്റെ അപ്പർ പോർഷനാണ് മുകളിലേക്കുള്ളതാണ്. ദെൻ അടുത്തത് എക്സ് ആക്സിസ് 0, y ആക്സിസിൽ 12, ദെൻ y ആക്സിസിൽ 12, എക്സ് ആക്സിസിൽ 12. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ വരും. ഇതിൻ്റെയും എന്താണ് അപ്പർ പോർഷനാണ്. ദെൻ അടുത്തത് y ആക്സിസിൽ 17, എക്സ് ആക്സിസിൽ 11.33. ദാറ്റ് മീൻസ് ഇവിടെ വരും പകുതി. രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എൻഡിങ്ങനെ വരും. സോ ഇതിൻ്റെ ലോവർ പോർഷനാണ് അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ഇതിൻ്റെയും അപ്പർ പോർഷൻ, ഇതിൻ്റെ ലോവർ പോർഷൻ. ദാറ്റ് മീൻസ് നമുക്ക് എന്താണ് കോമൺ ആയിട്ട് ഒരു റീജിയൻ കിട്ടുന്നുണ്ട്. സോ ഫീസിബിൾ റീജിയൻ ഉണ്ട്, മൂന്നിനും കോമൺ ആയിട്ട് റീജിയൻ ഉണ്ട്. ദെൻ അത് കൂടാതെ എന്താണ് ഒരു സർക്കിളിനകത്ത് കിടക്കും. ഇത് സർക്കിളിനകത്ത് കിടക്കും. ദാറ്റ് മീൻസ് ഫീസിബിൾ ആൻഡ് ബൗണ്ടഡ്. ചോയ്സ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഫീസിബിൾ ആൻഡ് ബൗണ്ടഡ്. ഓക്കെ അല്ലേ? സോ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, 4th ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിലെ ക്വസ്റ്റ്യൻ 14 മാർക്സിനാണ് ലാസ്റ്റ് ടൈം ഓൾസോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if rupees 8,000 grows to rupees x in 3 years at compound interest, compounded annually at 8% interest per annum. So എന്താണ് 8,000 grows to, that means amounts to. So that means എന്താണ് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നത്, എക്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഇഫ് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i ദ ഹോൾ റേസ് ടു n. ഇതാണ് എക്സ് എന്ന് തന്നിരിക്കുന്നത്. പി എത്രയാണ്? 8,000, 1.08, 3 years ആണ്. n 3. സോ കാൽക്കുലേറ്ററിൽ 1.08 ഇൻറ്റു ഇക്വൽ 2 ടൈംസ്, എന്നോട് ഇക്വൽ 3 ടൈംസ് ഇൻറ്റു 80,000. സോ എത്ര കിട്ടി? 1,76,96. എക്സാക്ട്ലി നമുക്ക് ചോയ്സ് എ ഇസ് ദ റൈറ്റ് ആൻസർ. Okay, then next one, the value of compound interest in nearest rupees. If rupees 30 lakhs is deposited in a bank for 1 year at the rate of 16% compounded quarterly. So നമുക്ക് വേണ്ട എന്താണ്? compound interest compounded quarterly. So compound interest in the formula p into 1 plus compounded quarterly and I by 4 the whole raised to 40 minus 1. So ഇവിടെ p എത്രയാണ്? 30 lakhs അല്ലേ? 30 lakhs. നമുക്ക് ഇവിടെ അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ I 1 plus 0.16 divided by 4. 1 year ആകുമ്പോൾ 4 into t 1 ആണ്, minus 1. So that means 30 lakhs. 1.04 raised to 4 minus 1. കാൽക്കുലേറ്ററിൽ നേരെ 1.04 ഇൻറ്റു ഇക്വൽ 2 ടൈംസ്, ഒന്നുകൂടി ഇക്വൽ 3 ടൈംസ്, ഒന്നുകൂടി ഇക്വൽ 4 ടൈംസ്, minus 1 ഇൻറ്റു 30 lakhs is equal to 5,09,575.68. 5,09,000 റൗണ്ട് ഓഫ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. 5,09,576 is the right answer. 5,09,576 is the right answer. 575.68 ആണ്. So round off to 576. 5,09,576. Then next one. Yes, invested an amount of rupees 12,000 at the rate of 10% simple interest, and another amount at the rate of 12% simple interest. If total interest earned at the end of year on total amount invested become 14%. So total interest earned at the end of 1 year on total amount invested at 14%.
ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12,000-ൻ്റെ മുകളിൽ 12,000-ൻ്റെ മുകളിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, ഒരു വർഷത്തേക്കാണ്. സോ പി ഐ എടുക്കാം 10%, ദാറ്റ് മീൻസ് 0.10 പ്ലസ് ഏതോ ഒരു അനദർ എമൗണ്ട് എക്സ് എന്ന് പറയുന്ന എമൗണ്ടിൻ്റെ പുറത്ത് ഒരു വർഷത്തേക്ക് 20%, ദാറ്റ് മീൻസ് 0.20. ഇതെന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ടിൻ്റെ പുറത്ത് ഒരു വർഷത്തേക്ക് 14% കിട്ടിയാലുള്ളതിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 12,000 പ്ലസ് എക്സ് ഇൻറ്റു 14%, 12,000 പ്ലസ് എക്സ് ഇൻറ്റു 14%. രണ്ടും ഈ 12,000-ൻ്റെ പുറത്ത് 10%-ഉം വേറെ ഒരു സം, അതാണ് എക്സ് എന്ന് എടുത്തത്, അതിൻ്റെ പുറത്ത് 20% ഒരു വർഷത്തേക്ക് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ടിൻ്റെ പുറത്ത് 14% കിട്ടുവാണെങ്കിൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം? 12,000 ഇൻറ്റു 0.1 1,200 പ്ലസ് 0.20x is equal to 12,000 into 14%, that means 1,688 plus 0.14x. That implies 0.20x minus 0.14x is equal to 16880 അല്ലേ, 88 അല്ല 1680 minus 1,200 എത്രയിട്ടും 480. That means 0.6x എന്ന് പറയുന്നത് 480 ആണ്. That implies x എത്ര വരും? 480 divided by 0.6. That means 480 divided by 0.2 0.06, sorry, 0.06x. Therefore x is equal to 480 divided by 0.06, that means 8,000. X 8,000, ആദ്യം ഒരു 12,000 ഇൻവെസ്റ്റ് ചെയ്തു. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആണ്. 8,000 ഇല്ല എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കരുത്. ആദ്യം ഒരു 12,000 ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ ഒരു 8,000 ഇൻവെസ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ടോട്ടൽ അപ് ടു 20,000. 20,000. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Then next one. R allocates a corpus of rupees 50,000 in a term deposit account which accrues interest at the rate nominal interest 10% compounded quarterly basis effective rate of interest. So നമുക്ക് effective rate of interest എന്തിൻ്റെ ഇമ്പാക്റ്റ് ചെയ്യില്ല, പ്രിൻസിപ്പലിൻ്റെ ഇമ്പാക്റ്റ് ചെയ്യില്ല. നമുക്ക് വേണ്ടത് ഡിസ്ക്രിപ്ഷൻ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. സോ effective rate of interest compounded quarterly ആണെങ്കിൽ എന്ത് വരും? E is equal to 1 plus I by 4 the whole raised to 4 minus 1 into 100. അവിടെ എന്തിൻ്റെ ഇമ്പാക്റ്റ് ചെയ്യില്ല, പ്രിൻസിപ്പലിൻ്റെ ഇമ്പാക്റ്റ് വരുന്നില്ല. therefore നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 0.10 divided by 4 the whole raised to 4 minus 1 into 100. so 0.1 divided by 4 plus 1 equal അടിക്കാൻ into equal 2 times 3 4 minus 1 into 100 ready 10.38%. ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യണം. ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പുകൾ ഒന്നും എഴുതി സമയം കളയരുത്. സോ 10.38%, 10.38%. Then next one. R buys a refrigerator worth rupees 25,000. She pays 5,000 upfront and agrees to settle remaining amount through 5 equal annual installments. The unpaid balance carries an interest of 18% per annum compounded annually. Calculate the approximate value of each annual installment. So ഇതെന്താണ്? ലോൺ ആണ്. 25,000 എടുത്തു, 5,000 upfront, that means down payment ആയിട്ട് കൊടുത്തു. സോ 25,000 കോസ്റ്റ് 25,000 ആണ്. ഡൗൺ പേയ്മെൻറ്റ് ഒരു 5,000 കൊടുത്തു. ദാറ്റ് മീൻസ് ലോൺ എമൗണ്ട് എത്രയാണ്? ഒരു 20,000 ലോൺ ആയിട്ടുണ്ട്. സോ ലോൺ എങ്ങനെയാണ് റീപേ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഈക്വൽ ആനുവൽ 5 ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ദെയർഫോർ ലോൺ വന്നാൽ എന്തിൻ്റെ ആപ്ലിക്കേഷൻ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ആനുവിറ്റി റെഗുലർ
ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ഏത് ഫോമിൽ യൂസ് ചെയ്യാം? വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. സോ വി നമുക്കറിയാം 20,000 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു പി. 5 വർഷത്തേക്കാണ് ഐ 0.18. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പി ഇത് എക്സാക്ട്ലി തന്നിട്ടുണ്ട്. ദെയർഫോർ നേരെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ കണ്ടുപിടിക്കാനായിട്ട് 20,000 ഡിവൈഡഡ് ബൈ, നമുക്കത് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല, നേരെ 3.12717. 20,000 divided by 3.12717. That means എത്ര കിട്ടും? 66,395.558. 6935 6395. സോ ഏറ്റവും അടുത്ത് വരുന്നത് 6395. 6395 is the right answer. The next one, a sum of money lent at compound interest for 2 years at 20% per annum would fetch 482 more. The interest was payable half yearly, then it was payable, if it was payable annually, what value of sum deposited? So എന്താണ്? sum of money lent at compound interest for 2 years at 20% per annum would fetch 482 more if the interest was payable half yearly, then it was payable if it was payable annually, then so a sum of money and compound interest for 2 years would fetch, that means compound interest in the case accumulated amount. So for 2 years ആണ്. ഹാഫ് ഇയർലി കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ എന്താണ്? 482 രൂപ കൂടുതൽ കിട്ടുന്നതാണ്. സോ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? പി ഇൻറ്റു 1 പ്ലസ് ഐ എത്രയാണ്? 0.20 കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി അല്ലേ, ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ റേസ് ടു 2 ഇയേഴ്സ് ആകുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 മൈനസ് പി ഇൻറ്റു ഇയർലി ആകുമ്പോഴത്തേക്കും 1 പ്ലസ് 0.20 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 482. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സോ 20% per annum for 2 years ഹാഫ് ഇയർലി ആക്കുകയാണെങ്കിൽ, അതായത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി വരികയാണെങ്കിൽ എന്താണ്? കോമ്പൗണ്ടഡ് ആനുവലിയെക്കാട്ടിലും 482 രൂപ കൂടുതൽ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പി ഇൻറ്റു 1.1 ദ ഹോൾ റേസ് ടു 4 മൈനസ് പി ഇൻറ്റു 1.2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 482. 1.1 into equal to 2 times 3 4. So 1.1 1.4641 p minus 1.2 into equal 1.44 p is equal to 482. 1.4641 482 divided by MRC അടിച്ചാൽ p equal to 20,000. So 20,000 ഇൻവെസ്റ്റ് ചെയ്താലാണ് 20,000 ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 വർഷത്തേക്ക് ഹാഫ് ഇയർലി ആക്കുവാണെങ്കിൽ നമുക്ക് 482 രൂപ എക്സ്ട്രാ കിട്ടും. സോ ബാങ്ക് ബി പ്രൊവൈഡ്സ് ലോൺ അറ്റ് 15% per annum compound interest. Mr. XYZ borrow rupees 3,200 for 2 years from the bank. Then how much interest must Mr. XYZ pay to the bank? Compound interest ആണ് കണ്ടുപിടിക്കേണ്ടത്. compound interest ആണ്. പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് compounded annually. So compound interest ഏത് ഫോമിൽ യൂസ് ചെയ്യാം? P into 1 plus I the whole raised to n minus 1. നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 3,200 ആണ് എടുത്തിരിക്കുന്നത്. 1.15 2 ഇയേഴ്സിലേക്കാണ് -1. നേരെ കാൽക്കുലേറ്ററിൽ 1.15 ഇൻറ്റു ഈക്വൽ ടു -1 ഇൻറ്റു 3,200. ദാറ്റ് മീൻസ് 1,032. 1032 is the right answer. 1032. 1032. 1032 is the right answer. Then next one. An amount is compounded annually so that it triples itself in 4 years. Then the annual rate of interest. So compounded annually P ആയിരുന്നത് എന്തായിട്ട് മാറി? 3P ആയിട്ട് മാറി. So compound interest in the case accumulated amount നമുക്ക് എങ്ങനെ എടുക്കാം?
3p is equal to p into 1 plus I raised to 4. That means രണ്ട് സൈഡിൽ നമുക്ക് p ക്യാൻസൽ ചെയ്യാം. That implies നമുക്ക് എന്ത് പറയാം 1 plus I equal to 3 raised to 1 by 4. ബൈ പവറിലുള്ളത് ഇപ്പറേക്ക് വന്നാൽ നമുക്ക് എന്താവും 3 raised to 1 by 4. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഗീവൺ ആണ് 3 raised to 1 by 4. So that means നമുക്ക് എന്ത് കിട്ടി 1 plus I is equal to 1.36. That implies I equal to 0.316. So 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 31.6%. 31.6%. 31.6%. Okay. Then sum doubles itself in 80 years. In how many years it would 4 times, assuming that simple interest. So the formula shortcut formula T1 divided by T2 can be written as N1 minus 1 divided by N2 minus 1 shortcut എടുത്തു കഴിഞ്ഞാൽ T1 80 years, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. Sum double ആകുക means 2 minus 1, 4 times ആകുക 4 minus 1. So that means 8 divided by T2 is equal to 1 by 3. That implies T2 8 into 3, 24 years. 24 years is the right answer. 24 years. 24 years. Then next one. Mr. X, Y, Z investing a certain amount at the end of each month in this account. He is supposed to getting 12% interest per annum compounded annually if the future value of this investment after 10th payment. Exactly same question നമുക്ക് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. So നമുക്ക് future value ആണ് at the end of each month. That means future value of annuity regular. Future value of annuity regular. Annuity regular. Future value of annuity regular. Future value of annuity regular. So നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഏത് ഫോമിൽ എടുക്കാം a into 1 plus I the whole raised to n minus 1 divided by I. So is investable person compound monthly this annuity 10th payment. If rupees 50,000 payment 10th after this after 10th payment 10th payment കഴിഞ്ഞതിന് ശേഷം ഉള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത് 50,000. That means എന്താണ് at the end of 10th payment future value ആണ് തന്നിരിക്കുന്നത് 50,000 is equal നമുക്ക് ആനുവിറ്റി എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് 1.12% കോമ്പൗണ്ടഡ് മന്ത്ലി ആണ്. കോമ്പൗണ്ടഡ് മന്ത്ലി. സോ ഇവിടെ നമുക്ക് ഐ എങ്ങനെ ആക്കി എടുക്കണം 0.1 divided by 10 sorry 12. That means 0.01. n എന്ന് പറയുന്ന 10 months ആണ് 10. So 1.01 raised to 10 minus 1 divided by 0.01. So നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ 1.01 raised to 10 ഡയറക്റ്റ്ലി ഗിവൺ ആണ്. ചെയ്ത് സമയം കളയരുത്. നേരെ കൊടുത്ത് എ കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത്. സോ 1.1 raised to 1.01 raised to 10ൻ്റെ വാല്യൂ 1. നേരെ കാൽക്കുലേറ്ററിൽ 1.104,622 minus 1 divided by 0.01 equal അടിക്കുക. നേരെ m plus then 50,000 divided by MRC equal നമുക്ക് 4,779.109. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 4,779. That means choice A is the right answer. Choice A. Then next one, 21st question. The present value in years of annuity 90,000 for 13 years at 5.5% compounded annually. So നമുക്ക് എന്താ വേണ്ടത് present value of annuity ആണ്. present value of annuity regular വരും. പ്രത്യേകിച്ച് ഒന്നും പറയും v is equal to a into PNI. സോ ഇവിടെ a നമുക്കറിയാം 90,000 ആണ്. PNI 90,000 into PNI. നമ്മുടെ കാൽക്കുലേറ്റർ ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. 13 വർഷത്തേക്ക് 0.055. That means നമുക്ക് എങ്ങനെ എടുക്കണം 90,000 into നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല 1 divided by 1.055 equal 13 times അടിക്കുക. then GT ആ കിട്ടുന്നത് into 90,000 എടുത്താൽ ആൻസർ ആയി. So that means 1 divided by 1.055
1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. Then GT into 90,000. Ready? 8,20,537. 8,20,537.06. സോ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത് റൗണ്ട് ഓഫ് ഡിഫറൻസ് ആയിരിക്കും 8,20,538 ആയിരിക്കാം ഉദ്ദേശിച്ചത്. ബട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും അടുത്ത് വരുന്നത് വേറെ ഒന്നും നമുക്ക് അടുത്തൊന്നും വരുന്നില്ല. ഒന്ന് 7 lakh പിന്നെ ബാക്കി 9 lakhs ഒക്കെയാണ്. Therefore 8,20,548 will be the right answer. Then next one. So compounded annual growth rate, that means CAGR ആണ് compounded annual growth rate, CAGR. നമുക്ക് നേരെ എല്ലാം തന്നിട്ടുണ്ട്. V of Tn divided by V of T0 the whole raised to 1 by Tn minus To minus 1 into 100 ആണ്. So Tn means final yearലെ ഇത് ഇനീഷ്യൽ വാല്യൂ, ദെൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ ഇത്രാമത്തെ റൂട്ട് എടുക്കുക, നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 200 divided by 100 the whole raised to 1 by 2025 minus 2021, that means 4 minus 1 into 100. So 200 by 100, that means 2, അതിൻ്റെ fourth root means 2 തവണ റൂട്ട് അടിക്കുക, minus 1 into 100. Ready? 18.920 ഇത്രയും പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇൻറ്റു 100 എടുക്കുന്നത്. ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 18.92%. 18.92%. Then next one. Sinking fund is created for replacement of machine at the end of 20 years. Its present cost is 8 lakhs. After 20 years, the cost of new machine would be 10 lakhs. How much provision need to be made out of the profit of year provided sinking fund investment can earn interest at the rate of 7% per annum? The scrap value of machine at the end of 20th year would be 2 lakhs. അതായത് ഇപ്പോൾ 8 lakhs ഉണ്ട്, നമുക്ക് 20 വർഷം കഴിയുമ്പോൾ പുതിയ മെഷീൻ എത്ര വേണം? 10 lakhs വേണം. പക്ഷേ ഈ 8 lakhs ഉള്ള മെഷീൻ 20 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2 lakhs കിട്ടും. ദാറ്റ് മീൻസ് 20 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്രയാണ് ആക്ച്വലി വേണ്ടത്? 10 lakhs ആയിരുന്നു. ബട്ട് എനിക്കൊരു സ്ക്രാപ്പ് ആയിട്ട് എത്ര കൂടെ കിട്ടും? ഒരു 2 lakhs കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് 20 വർഷം കഴിയുമ്പോൾ എത്ര മതി? 8 lakh rupees. സോ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. 8 lakh rupees ആണ് വേണ്ട അറ്റ് ദ എൻഡ് ഓഫ് 20 years. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. സോ എങ്ങനെ എഴുതാം? 8 lakhs is equal to A into 1.07 raised to 20 minus 1 divided by 0.07. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. നേരെ ഇട്ട് കൊടുക്കുക, എ കണ്ടുപിടിക്കുക. സോ എ ഇസ് ഈക്വൽ ടു 1.07 raised to 20 ഗീവൺ ആണ്. 3.8697 minus 1 divided by 0.07 ഈക്വൽ അടിക്കുക. നേരെ എം പ്ലസ് 8 lakh divided by MRC ഈക്വൽ തോന്നു 19,516. 19,500 കാൽക്കുലേറ്റ് ഒന്ന് നോക്കാം. 3.8697 minus 1 divided by 0.07 equal m plus 8 lakh divided by MRC equal. So 19,514.23 ആണ്. സോ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 19,514. Then next one. Investor intended to purchase a 3-year bond at price of rupees 907.125 having nominal interest rate of 10%. What is the par value of bond if it matures at and the investor requires a return of 14%? So നമ്മൾ എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ, നമ്മൾ ബോണ്ടിൻ്റെ വാല്യൂ പാർ വാല്യൂ എത്രയാണെങ്കിൽ 10%, 14%, അത് വെച്ച് നമുക്കറിയാം നമ്മുടെ ആൻസർ 1000 ആണ്. ഒന്ന് കൺഫേം ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് റെഗുലർ ബാച്ചിൽ ചെയ്ത്, അത് നമുക്ക് 1000 വെച്ച്, അതായത് 1000 ആണെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 3 ഇയേഴ്സിലാണ്. 1000 പാർ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ 10%, ദാറ്റ് മീൻസ് 100. 3 വർഷം നമുക്ക് എത്ര കിട്ടും? 100.
തേർഡ് ഇയറിൽ എൻഡിൽ എന്തുകൂടെ കിട്ടും, ഈ പറയുന്ന 1000. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇത് 3 വർഷം കിട്ടുന്നുണ്ട്, അത് ആനുവിറ്റി ആയിട്ട് എടുക്കാം. അതിൻ്റെ ഇന്നത്തെ വാല്യൂ, ബോണ്ട് വാല്യൂ മീൻസ് പ്രസൻറ്റ് വാല്യൂ. സോ ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദിസ് ആനുവിറ്റി നമുക്ക് എഴുതാം 100 ഇൻറ്റു PNI. സോ നമ്മൾ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 14% ആണ്, 3 ഇയേഴ്സിലേക്ക് 0.14. ദെൻ ഇതിൻ്റെ സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ 1000 ഡിവൈഡഡ് ബൈ 0.14 റേസ്ഡ് ടു 3. സോ ഇത് കണ്ടുപിടിക്കുമ്പോൾ 100 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.14 ഈക്വൽ ടു 3 ടൈംസ് GT. 1.14 ഈക്വൽ ടു 3 ടൈംസ് GT. So 1 divided by 1.14, 123 GT into 100. So നോക്ക് 1 divided by 1.14, 123 GT into 100. So 232.16 ആണ് വരുന്നത്. Then 1632. ഇതിൻ്റെ ചെയ്യുമ്പോൾ 1000 divided by 1.14, 123, 674.971. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 232.1632 ഇത്രയാണ് 907.13. ഇത് കിട്ടണമെങ്കിൽ 1000 rupees ഇൻവെസ്റ്റ് ചെയ്യും. 1000 rupees പാർ വാല്യൂ ആണെങ്കിലാണ് ഈ പറയുന്ന റേറ്റിൽ 10% ആണ് കമ്പനി കൂപ്പൺ റേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തേക്ക് 100 rupees കിട്ടും. അറ്റ് ദ എൻഡ് ഓഫ് തേർഡ് ഇയർ നമുക്ക് 1000 rupees തിരിച്ച് കിട്ടും. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇന്നത്തെ വാല്യൂ ആയിട്ടുള്ള, ബോണ്ടിൻ്റെ വാല്യൂ ആയിട്ടുള്ള 907 കിട്ടി. ദെയർഫോർ ആൻസർ 1000. എക്സാക്ട്ലി സെയിം ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ബോണ്ടിൻ്റെ തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി സെയിം ഫിഗർ 10, 14, 1000, 907.13 ആ രീതിയിൽ തന്നെയാണ് നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലായി, 1000 rupees ആണ് അതിൻ്റെ പാർ വാല്യൂ വരുന്നത്. ദെൻ സോ ഇത്രയാണ് നമുക്ക് 14 ക്വസ്റ്റ്യൻസ് 4th ചാപ്റ്ററിൽ വരുന്നത്. ദെൻ നമ്മുടെ 5th ചാപ്റ്റർ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലെ so total number of the total numbers greater than 2000 that can be formed with the digits 1, 2, 3, 4, 5 and no digits repeated in any number. So നമുക്ക് എത്ര ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്, 1, 2, 3, 4, 5. 2000 ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്. സോ തന്നിരിക്കുന്ന 5 ഡിജിറ്റ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു 4 ഡിജിറ്റ് നമ്പർ ആകാം, ഒന്നുകിൽ ഒരു 4 ഡിജിറ്റ് നമ്പർ ആകാം, ഓർ ഒരു 5 ഡിജിറ്റ് നമ്പർ. സോ 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 1, 2, 3, 4 പ്ലേസ്. സോ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വരില്ല, 1 വരില്ല. 1 വന്നാൽ അത് 1000 ആകും, 2000 താഴെയാണ്. ദാറ്റ് മീൻസ് റിമൈനിങ് 4 ഡിജിറ്റ്സ് 1 പൊസിഷൻ 4P1, ദാറ്റ് മീൻസ് 4 വേസിൽ. ദെൻ റിമൈനിങ് 3 പൊസിഷൻസ് ഒരു നമ്പർ അവിടെ ഫിക്സ് ചെയ്തു, റിമൈനിങ് 3 4P3. 4 ഡിജിറ്റ്സിൽ ഒരു 3 പൊസിഷൻസ്, ദാറ്റ് മീൻസ് 4 into 4 factorial 96 പ്ലസ് 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ ഒരു വ്യത്യാസവും ഇല്ല. 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 5 factorial ദാറ്റ് മീൻസ് 120. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 216. എക്സാക്ട്ലി സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. NC ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നും ആറും ചോദിച്ചാൽ നേരെ ചോയ്സ് മെത്തേഡ്, അതായത് ഫസ്റ്റ് 1 NC R-1. സോ എന്നിന് 8 ഫസ്റ്റ് ചോയ്സ്, എന്നിന് 8 കൊടുത്താൽ 8C R-3-2. 8C2 എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, എക്സാക്ട്ലി 28 കിട്ടുന്നുണ്ട്. ദെയർഫോർ ചോയ്സ് നമുക്ക് എന്താണ്, ഇതെടുക്കാം, ചോയ്സ് മെത്തേഡ്. അതർവൈസ് നോർമൽ മെത്തേഡിൽ ചെയ്താൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. എന്നും ആറും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമലി അതാണ് ചോദിക്കുന്നത്. നമുക്ക് നേരെ ചോയ്സ് മെത്തേഡ് യൂസ് ചെയ്ത് എന്നിൻ്റെ ആറിനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതേപോലെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഇങ്ങനെ വേണം എക്സാമിന് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ, ടൈം ലിമിറ്റിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ്സ് 2, 3, 5, 6, 7 and 9 which are divisible by 5 and and none of the digits is repeated. സോ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പറാണ്, 3 ഡിജിറ്റ് നമ്പർ which are divisible by 5. ദാറ്റ് മീൻസ് ലാസ്റ്റ് പൊസിഷനിൽ ഇവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ, 5 മാത്രമേ വരത്തുള്ളൂ. ഒറ്റ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിമൈനിങ് 2 ഡിജിറ്റ്സ് 5 ഒഴികെ ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 1, 2, 3, 4, 5.
So 5 digits, 2 positions എത്രയിൽ അറേഞ്ച് ചെയ്യാം? 5p2 means 20. 5 factorial divided by 3 factorial into 1. That means 20 waysലാണ് നമുക്ക് arrangements possible ആകുന്നത്. 20 ways. Okay, then next one. In a meeting, 5 analysts, 2 consultants and 3 managers are to be seated in a row. The number of the same profession, if the members of same profession must be sit together. നമ്മൾ n number of times ചെയ്തിട്ടുണ്ട്. sit together വന്നു കഴിഞ്ഞാൽ എന്താണ്? analyst 5 factorial, consultants 2 factorial, then managers 3 factorial. മൂന്ന് ഗ്രൂപ്പ്, മൂന്ന് യൂണിറ്റ്സ് അനാലിസ്റ്റിസിൻ്റെ, കൺസൾട്ടൻസിൻ്റെ, ദെൻ മാനേജേഴ്സിൻ്റെ എല്ലാം കൂടി നമുക്ക് ഒരു 3 ഫാക്ടോറിയൽ കൂടെ വരും. 5 ഫാക്ടോറിയൽ 120 ആണ്, 2 ഫാക്ടോറിയൽ 2 ആണ്, 6. So 240 into 36, 8,640. 8,640 will be the right answer. 8,640. Then next question. The third term of a geometric progression is 15. That means GP T3 എന്ന് പറയുന്നത് a into r square ആണ് 15. Then the product of first 5 terms. So first 5 terms ഏതൊക്കെ വരും? First term a, then ar, then ar square, ar raised to 3, ar raised to 4. Product of first 5 terms. So a 5 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു, a raised to 5 into, so r means 1, 2 3 ആവും, 6 10. r raised to 10 ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. a r square the whole raised to 5. a r square the whole raised to 5 എന്ന് പറഞ്ഞാൽ a r square 15 ആണ്. സോറി, a r square എത്രയാണ്? 5 ആണ്, 15 അല്ല, 5 ആണ്. ദെൻ ഇത് വരും a r square raised to 5 എന്ന് പറയുന്നത് 5 raised to 5 ആണ്. Choice A is the right answer. Then next one. So sum of infinite terms. So 1/2, 1/3, 1/18. So that means ഇതൊരു GP ആണ്. ഫസ്റ്റ് ടേം 1/2 കോമൺ റേഷ്യോ 1/3. ദാറ്റ് മീൻസ് ലെസ് ദാൻ 1 ഉള്ള GP ആണ്. സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് GP ആണ്. സോ എസ് ഇൻഫിനിറ്റി ഏത് ഫോമിൽ എടുക്കാം? a/1 മൈനസ് r. a എത്രയാണ്? 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3. 1/2 ഡിവൈഡഡ് ബൈ 2/3. ദാറ്റ് മീൻസ് 1/2 ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3/2. That means 3/4. Choice C is the right answer. 3 divided by 4. Choice C is the right answer. Then next one, the arithmetic mean between two numbers. That means arithmetic mean a and b എടുത്താൽ a plus b divided by 2 13 ആണ്. And geometric mean root of ab 12 ആണ്. That means ab equal to 144 വരും, 144. Then the difference between numbers. So നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. സോ a plus b 26. രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്താൽ 26ഉം വരണം. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 144ഉം വരണം. സോ 18ഉം 8ഉം എടുത്ത് നോക്കാം. 18 plus 8 26 ആണ്. 18 into 8 144 ആണ്. സോ നമ്പേഴ്സ് 18 and 8 ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ആണ്. ഡിഫറൻസ് വിൽ ബി 18 minus 8 equal to 10. നമ്പേഴ്സ് അല്ല ചോദിച്ചിരിക്കുന്ന നമ്പർ തമ്മിലുള്ള ഡിഫറൻസ്. സോ 18 minus 8 is equal to 10. സോ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിൽ നമ്മൾ നോർമൽ റെഗുലർ ബാച്ചിൽ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വന്നിരിക്കുന്നത്. അത് പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ GP series consists of 2n terms. If the number of terms occupying in the odd place is S1 and sum of terms occupying the odd place S1 and that of terms in even place is S2, then common ratio of the progression. So ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു GP ആണ്, 2n terms. ദാറ്റ് മീൻസ് നമുക്ക് ഒന്ന് എടുക്കുകയാണ്. 2n എന്ന് പറയുമ്പോൾ ഒബിയസ്ലി എന്താണ്? n 1 ആയാലും 2 ആയാലും 3 ആയാലും ഒക്കെ
നമുക്ക് എന്തായിരിക്കും ഈവൻ നമ്പർ ആയിരിക്കും വരുന്നത്. ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ജി പി എടുക്കുകയാണ്. ജി പി 1 2 4 8 16 32 ആയിരിക്കും. ഓക്കെ, നമുക്ക് എത്ര ടേംസ് ആയി? 1 2 3 4 5 6, അതായത് 3 എടുത്താൽ. സോ ഇവിടെ നമുക്ക് ഇത്രയും ടേംസ് നോക്കാം. ഓഡ് S1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് പൊസിഷനിൽ വരുന്ന നമ്പേഴ്സിൻ്റെ സം എത്ര വരും? അത് 1 + 4 + 16, സോ എത്ര കിട്ടി? 21. S2 എന്ന് പറഞ്ഞാലോ ഈവൻ പ്ലേസിൽ വരുന്ന 2 8 32, അതിൻ്റെ സം 2 + 8 + 32, ദാറ്റ് മീൻസ് എത്രയാണ്? 42. ഈ തന്നിരിക്കുന്ന ജി പിയുടെ കോമൺ റേഷ്യോ എത്രയാണ്? 2 ആണ്. ഇവിടെ ഒന്ന് നോക്കി, S2/S1 എടുത്താൽ ഇവിടെ ഈവൻ നമ്പേഴ്സിൻ്റെ സം ഡിവൈഡ് ബൈ ഓഡ് നമ്പേഴ്സിൻ്റെ സം എടുത്താൽ 42 / 41 = 2 ആണ്. സോ അത് ആറിനോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ആറിനോട് ഈക്വൽ ആകുന്നത് എന്താണ്? S2 / S1. S2 / S1. S2 / S1. ഓക്കെ, ഇത് മാത്രമാണ് നമ്മൾ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അതായത് ലാസ്റ്റ് ടൈം എക്സാമിന് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ദെൻ എയും ബിയും സിയും തന്നിട്ടുണ്ട്. A × B * C. A × B * C. A × B * C. സോ A × B * C എന്ത് വരും? B * C. ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 5 ആണ്. സോ സെറ്റ് 5 ആണ്. സോ A × B * C എങ്ങനെ വരും? സെറ്റ് 2 5, ഓഡേഡ് പെയർ 2 5, ഓഡേഡ് പെയർ 3 5. So set of all ordered pairs whose first member from set A and second member from A * B. Therefore നമുക്ക് എന്ത് കിട്ടും? 2 5 3 5. 2 5 3 5. നെക്സ്റ്റ് വൺ, f of x ഉം g of x ഉം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? f composite g of x. f composite g of x. f of x ഉം g of x ഉം തന്നിട്ടുണ്ട്. f composite g of x കണ്ടുപിടിക്കണം. സോ f composite g of x means f of g of x, അതായത് f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? g of x ൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആയ 2x + 3 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് x സ്ക്വയർ ഇത് വരും 2x + 3 ദ ഹോൾ സ്ക്വയർ. എക്സിന് പകരം 2x + 3 എടുത്തു. ദെൻ 3 × 2x + 3 -1. 2xൻ്റെ സ്ക്വയർ 4x² 6, 12x + 9 + 6x - 9 -1. So that implies 4x², 12x + 16x, 18x + 9 - 9 get cancelled, then -1. 4x² minus 2x + 3, 4x² minus 12x + 9 . So ഇവിടെ 4x² plus 18x f of x, x² minus 3x minus 1, x² minus 3x പ്ലസ് ആണ് അല്ലേ? സോ ദാറ്റ് മീൻസ് -1 മാറിപ്പോയതാണ്. 18 - 1 + 17 കറക്റ്റാണ്. ചോയ്സ് കറക്റ്റാണ്. 4x² plus 18x plus 17. ഇവിടെ അറിയാതെ -2 അങ്ങനെ ഒന്നാണ്. സോ ആൻസർ ചോയ്സ് ബി. ദെൻ നെക്സ്റ്റ് വൺ, f of x വന്നിട്ടുണ്ട്. f of 1/x. f of 1/x. സോ f of 1/x എന്ന് പറഞ്ഞാൽ f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ 1/x കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 1 / 1/.
1 plus x, 1 divided by 1 f of f of x. So f of 1 by x alla f of 1 by x, f of 1 by x. So that means f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? f of 1 by x. So f of 1 by x. So value under 1 divided by 1 by x. So that means 1 plus x. 1 divided by 1 by 1 plus 1 by x. That means 1 plus x. So f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ f of 1 by x ന്റെ ഫംഗ്ഷൻ വാല്യൂ ആയ 1 plus x കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതും, റീപ്ലേസ് ചെയ്യും. സോ f of x 1 plus 1 divided by 1 plus x. So f of 1 by x ആണ്. So f of 1 by x കണ്ടുപിടിച്ചു. f of 1 by x മാത്രമല്ല f of 1 by x ആണ്. Therefore f of x 1 by x ആദ്യം കണ്ടുപിടിച്ചു, 1 plus x. Then f of 1 by x means f of x എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ f of 1 by x ന്റെ ഫംഗ്ഷൻ വാല്യൂ ആയ 1 plus x കൊണ്ട് റീപ്ലേസ് ചെയ്യുക. 1 plus x plus 1 divided by 1 plus x. That means x plus 2 divided by x plus 1. 2 plus x divided by 1 plus x നമ്മുടെ ചോയ്സിലെ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ x plus 2 divided by x plus 1. x plus 2 divided by x plus 1. x plus 2 divided by x plus 1. The next one. f of x is equal to x square minus 25 divided by x minus 5. Undefined at x equal to 5. Then what must be assigned to f of 5 if f of x to be continuous? f of x continuous ആകണമെങ്കിൽ ഫസ്റ്റ് എന്തിനോട് ഈക്വൽ ആകണം? ഫംഗ്ഷൻ്റെ വാല്യൂ എന്തിനോട് ഈക്വൽ ആകണം? ലിമിറ്റിംഗ് വാല്യൂവിനോട് ഈക്വൽ ആകണം. സോ ലിമിറ്റിംഗ് വാല്യൂവിനോട് ഈക്വൽ ആകണം. So that means limit x tends to 5 f x square minus 25 divided by x minus 5 എന്ത് കിട്ടുന്നോ അതിനോട് ഈക്വൽ ആകണം. So f of x square minus 25 divided by x minus 5 equal to എന്ത് വന്നാലാണ് ലിമിറ്റിംഗ്, അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ കണ്ടിന്യൂസ് എന്ത് ചെയ്യണം? ലിമിറ്റ് x tends to 5 f of x എക്സിസ്റ്റ് ചെയ്യണം, എക്സിസ്റ്റ് and equal to f of 5 ആകണം. സോ ദാറ്റ് മീൻസ് എഫ് ഓണ്ട് ഈ ലിമിറ്റിംഗ് വാല്യൂ എത്ര കിട്ടുന്നോ അത് ഇതിനോട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കണ്ടിന്യൂസ്. സോ എന്നിട്ട് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5. സോ നമ്മളെപ്പോഴും ആദ്യം ചെയ്യുന്ന എന്താണ്? ലിമിറ്റിംഗ് കേസിൽ നേരെ 0 ഇട്ട് കൊടുക്കും, സോറി എക്സിൻ്റെ വാല്യൂ 5 ഇട്ട് കൊടുക്കുമ്പോൾ 5 സ്ക്വയർ 25 മൈനസ് 25 ഡിവൈഡഡ് ബൈ 5 മൈനസ് 5 0 ബൈ 0 വന്നാൽ ഇവിടെ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് നേരെ ആൻസർ ആണ്. സോ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ ദാറ്റ് മീൻസ് നേരെ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് സ്ക്വയർ മൈനസ് 25ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? 2x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5ൻ്റെ 1. ദെൻ നേരെ എക്സിന് 5 ഇട്ട് കൊടുത്താൽ എത്ര കിട്ടും? 2 into 5 ഈക്വൽ ടു 10. ദാറ്റ് മീൻസ് എഫ് ഓഫ് 5 ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു 10 ആയാലാണ് ഫംഗ്ഷൻ എന്താകുന്നത്? കണ്ടിന്യൂസ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ബിസിനസ് മാത്തമാറ്റിക്സ് 8th ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് വന്നിരിക്കുന്നത്. സോ അതിനകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദ കോസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എ കമ്പനി, കോസ്റ്റ് ഫംഗ്ഷൻ സി ഓഫ് എക്സ് 600 എക്സ് മൈനസ് 10 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ബൈ 2 ആണ്.
x denote number of output. Find the level of output nearest to the integers in which average cost is minimum. So average cost എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 600x ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് രണ്ടാമത്തെ ടേമിനെയും x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൂന്നാമത്തെ ടേമിനെയും x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എത്ര കിട്ടും? 600 മൈനസ് 10x പ്ലസ് എക്സ് ക്യൂബ് ആണിത്. എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് ക്യൂബ് ബൈ 2x എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2. സോ നമുക്ക് ആവറേജ് കോസ്റ്റ് എന്താകണം? മിനിമം ആകണമെങ്കിൽ നമ്മൾ മിനിമത്തിൽ രണ്ട് ഫോമുലയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ആവറേജ് കോസ്റ്റ്, ഡി ബൈ ഡി എക്സ് ഓഫ് ആവറേജ് കോസ്റ്റ്. സോ അത് സീറോയോട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എത്ര കിട്ടും? 600 മൈനസ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 10x പ്ലസ് 2x, x square into x divided by 2 equal to 0. That implies minus 10x, sorry, minus 10 plus x equal to 0. That implies എത്രയാണ്? x ന് 0 വരുമ്പോഴാണ് dy by dx ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആകുന്നത്. ദെൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് മൈനസ് 10 പ്ലസ് എക്സിൻ്റെ മൈനസ് 10 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 1 ആണ്. ഒബ്വിയസ്ലി അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആണ്. ദെയർഫോർ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 10 ആകുമ്പോഴാണ്, എക്സ് ഈക്വൽ ടു 10 ആകുമ്പോഴാണ് മിനിമം. സോ മാക്സിമം മിനിമം. സോ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം, ഗ്രേറ്റർ ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം. ഓക്കെ. Then next one, if f of x is equal to 3 into e raised to x, then f of x തന്നിട്ടുണ്ട് 3 into e raised to x square. നമുക്ക് വേണ്ട എന്താണ്? f dash x minus 2x into f of x minus f 1 by 6 into f of 0 minus f dash 0. So f dash x എടുക്കുമ്പോൾ f of x നമുക്ക് 3 into f of x, 3 into e raised to x square ആണ്. f dash x എന്ന് പറയുമ്പോൾ 3 കോൺസ്റ്റന്റ് ആണ്. e raised to something ഡെറിവേറ്റീവ്, e raised to something into ഡെറിവേറ്റീവ് ഓഫ് സംതിങ്, x1 ഡെറിവേറ്റീവ് 2x വരും into e raised to x square into minus 2x into f of x, 3x e raised to x, 3 into e raised to x square minus 1 by 6 into f of 0. That means f of x x ന് 0 കൊടുത്താൽ e raised to 0 എന്നുള്ളത് 1 ആകും. Therefore മിച്ചം എത്രയാണ്? 3 മൈനസ് f dash x ന് എല്ലാ ടേമിലും x ഉണ്ട്, ഇൻറ്റു x ആണ് വരുന്നത്. Therefore f dash 0 എന്ത് വരും? 0. f dash 0 0 വരും. So 6x e raised to x square minus 6x e raised to x square minus 1 by 2. So ഇത് പ്ലസ് ആണ് അല്ലേ? പ്ലസ് 3 by 6 minus 2. ദാറ്റ് മീൻസ് നമുക്ക് ഈ രണ്ട് ടേമും ഇത് രണ്ടും ക്യാൻസൽ ആകും. 3 by 6 എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. മൈനസ് 0, ദാറ്റ് മീൻസ് 1 by 2 എന്ന് പറയുന്നതാണ് 0.5 ഈസ് ദ റൈറ്റ് ആൻസർ. 0.5. 0.5 is the right answer. 0.5. Then the cost of production of an item is given. C is equal to 50x minus 5x square plus 6x cube divided by 6. If x is number of items to be produced, average cost and marginal cost are equal. When then what quantity of item should be ordered? So first average cost. Average cost. So x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 50 മൈനസ് 5x പ്ലസ് എക്സ് സ്ക്വയർ ബൈ 6. സോ ഇത് എന്തിനോട് ഈക്വൽ ആകുമെന്ന് പറഞ്ഞേക്കുന്നത്? മാർജിനൽ കോസ്റ്റ്. സോ ഡി ബൈ ഡി എക്സ് ഓഫ് സി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ 50xൻ്റെ ഡെറിവേറ്റീവ് 50 ആണ്, മൈനസ് 10x പ്ലസ്
x cube 3x square divided by 6. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് 50 minus 5x plus x square by 60 is equal to 50 minus 10x plus 1 by 2 x square. 1 by 2 x square. So that means നമുക്ക് എങ്ങനെ എഴുതാം? 50 പ്ലസ് രണ്ട് സൈഡിലുള്ള 50 ക്യാൻസൽ ആകും. ഇവിടെ ഒരു -5x ഉണ്ട്, അപ്പുറമുള്ള -5x ഇപ്പുറം വരുമ്പോൾ +10x. ഇവിടെ ഒരു x square by 2 ഉണ്ട്, ഇത് അപ്പുറേക്ക് വരുമ്പോൾ -x square by 6. That implies 5x equal to 5x is equal to 5x is equal to x square by 2 LCM എടുക്കുമ്പോൾ 6x square minus 2x square divided by 12. Cross multiplication ആണ് ചെയ്തത്. 5x is equal to 4x square divided by 12. So that means രണ്ട് സൈഡിലും ഇത് ക്യാൻസൽ ചെയ്യാം. So that means നമുക്ക് x equal to cross multiply ചെയ്യുമ്പോൾ 5 into 12 divided by 4. So 4 3. That means 30 15. 39th question ആണ്. Then 40th question. Evaluate integral 0 to 1. So integral 0 to 1 2x square minus x cube dx. So നേരെ നമുക്ക് എന്ത് ചെയ്യാം? 2x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ 2 കോൺസ്റ്റൻ്റ് ആണ്, എക്സ് സ്ക്വയറിൻ്റെത് x ക്യൂബ് by 3. സോ അതിനകത്തേക്ക് 0 to 1 കൊടുക്കുക. മൈനസ് എക്സ് ക്യൂബിൻ്റെത് x⁴ divided by 4. ഇതിനകത്തേക്കും 0 to 1. സോ ദാറ്റ് മീൻസ് 2/3 കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്താൽ 1 - 0 മൈനസ് 1/4 എടുത്താൽ പുറത്തേക്ക് എടുത്താൽ 1 - 0. സോ ദാറ്റ് മീൻസ് ഫൈനൽ വാല്യൂ എത്ര വരും? 2/3 minus 1/4. 1 - 0 1 - 0 1 ആണ്. സോ 8 - 3 divided by 12. That means 5 divided by 12 is the right answer. ഇത്രയാണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിലെ 40 ക്വസ്റ്റ്യൻസ്. ബിസിനസ് മാത്തമാറ്റിക്സിലെ 40 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ ലോജിക്കൽ റീസണിങ്ങിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്. സോ എത്രയാണ്? 7 11 13 15 19 23. ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിൽ തന്നെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സോ നമുക്ക് +4 +2 2 അങ്ങനെയാണ് വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ 15 ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? പ്രൈം നമ്പറാണ്. സോ എക്സെപ്റ്റ് 15 ഓൾ ആർ പ്രൈം നമ്പേഴ്സ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഓഡ് മാൻ ഔട്ട് എന്താണ്? 15. ഓഡ് മാൻ ഔട്ട് വിൽ ബി 15. Okay, then which one of the following is odd one? So first C E H L. So C E A B C D E. So +2 ആണ്. E F G H +3 ആണ്. I J K L +4 ആണ്. then രണ്ടാമത്തത് O Q T X MNOQ +2 ആണ്. RST +3 ആണ്. UVWX +4 ആണ്. അതും ഒരേ ഓർഡറാണ്. ദെൻ അടുത്തത് KEMPT JKLM NOP QRST. സോ ഇതും +4. ഇതെല്ലാം ഒരേ ഓർഡറിലാണ് വന്നിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അടുത്തതായിരിക്കാം NPSV NOP +2 ആണ്. QRS +3 ആണ്. TUV അവിടെ +3 ആണ്. therefore കണ്ടോ, ഇതിനകത്തെല്ലാം 2 3 +4 ആയിരുന്നു. ഓഡ് മാൻ ഔട്ട് വരുന്നത് D ആണ്. നെക്സ്റ്റ് one, a certain language monkey is quoted as MONKEY.
NOJFX. സോ MN പ്ലസ് 1 ആണ്. തൊട്ടടുത്തതാണ് വന്നേക്കുന്നത്. MNO -1 ആണ്. NMNO പ്ലസ് 1 ആണ്. JK -1 ആണ്. EF പ്ലസ് 1 ആണ്. XY -1 ആണ്. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് വരുന്നത്. ദർഫോർ നേരെ എന്തിനകത്തേക്ക് അപ്ലൈ ചെയ്യാം? PU ZLE പസിൽ P പ്ലസ് 1 PQ വരുന്ന 3 ഉണ്ട്. P TU -1 എടുത്താൽ T, then Z plus 1 A, Z -1 Y, QTAY വരുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ, സെക്കൻഡ് വൺ. ഇതിൽ നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അടുത്തത് +1 LM എക്സാക്ട്ലി M, DE -1 എടുത്താൽ D. സോ ചോയ്സ് B is the right answer. The next one, the next term of the series ഇത്രയൊക്കെയാണ്. 1, 7, 17, 31, 49, 71 ഡാഷ്. സോ ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. നോക്കുകയാണെങ്കിൽ 6, ഇവിടെ +6 +10, then +14 +18 +22. അത് നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം കോമൺ ആയിട്ട് +4 ആണ്, +4 ആണ്, +4 ആണ്, +4. സോ ഒബിയസ്ലി അടുത്ത എത്രയായിരിക്കും? +4 വന്നു കഴിഞ്ഞാൽ +26 ആണ്. 71 + 26 എക്സാക്ട്ലി എത്ര വരും? 97. സോ ആൻസർ 97. ഓക്കെ അല്ലേ? Code. Paint is coded as paint. PAINT. Paint is coded as 74128. അവിടെ നോർമൽ നമ്മുടെ എക്ക് 1 ബിക്ക് 2 എന്നുള്ള കോഡിംഗ് അല്ല, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കോഡിംഗ് ആണ്. പെയിൻറ്റ് ഈസ് കോൾഡ് ആസ് 41. ദെൻ accept is called as 455978. അങ്ങനെയാണെങ്കിൽ സോ പെയിൻറ്റ്, അക്സെപ്റ്റ്, പേഷ്യൻറ്റ് PATIENT. സോ പിക്ക് എത്രയാണ് വരുന്നത്? 7 ആണ്. എക്ക് 4 ആണ്. ടിക്ക് 8 ആണ്. ഐക്ക് 1 ആണ്. 7481 വരുന്ന 2 ചോയ്സ് ഉണ്ട്. ദെയർഫോർ ഇക്ക് 9 ആണ് വരുന്നത്. 74819 വരുന്നത് ഒറ്റ ചോയ്സേ ഉള്ളൂ, ലാസ്റ്റ് വൺ. നമുക്ക് ബാക്കിയോടെ ഒന്ന് കൺഫേം ചെയ്യാം. എന്നിന് 2, ടിക്ക് 8. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം കൺഫേം ചെയ്ത് എക്സാമിന് ടൈം ലിമിറ്റിൽ ചെയ്യാം. Directions question. Direction sense question. Q walks 20 kilometers north. 20 ഏതോ ഒരു പോയിന്റിൽ നിന്ന് നോർത്തിലേക്ക് 20. Then walks 14 kilometer south. So that means 20 പോയിട്ട് നേരെ തിരിച്ചു വന്നു സൗത്തിലേക്ക് 14. And then 8 kilometers east. 8 kilometers east. So that means ഇത് 6 ആണ്. Then how far is from the starting point? That means ഇതാണ് നമുക്ക് വേണ്ടത്. സോ ഇതിനായിട്ട് നമുക്ക് എന്താണ്? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 64 പ്ലസ് 36. സോ റൂട്ട് ഓഫ് 100 എന്ന് പറയുന്നത് എത്രയാണ്? 10 കിലോമീറ്റേഴ്സ് ആണ്. 10. ഓക്കെ. A man drive 10 kilometers towards north. So ഒരു പോയിന്റിൽ നിന്ന് 10 kilometers towards north. From there he turns towards right and drive 3 kilometers. So അവിടുന്ന് 3 kilometers. Then he takes right and turns 6. Number 6. Then how far? And so 10. How far and in which direction is he from a reference to a starting point? That means നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ അതിനായിട്ട് നമുക്ക് ഇത് എടുക്കാം. ഇത് 3 ആണ്. സോ മിച്ചമുള്ളത് ഇത് 4 ആണ്. സോ ദാറ്റ് മീൻസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 25. 5 ആണ് ഡിസ്റ്റൻസ് വരുന്നത്.
സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് ഈസ്റ്റ്, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദാറ്റ് മീൻസ് നോർത്ത് ഈസ്റ്റ്. സോ ആൻസർ എന്ത് വന്നു? 5 കിലോമീറ്റേഴ്സ് നോർത്ത് ഈസ്റ്റ്. എൻ്റെ രണ്ടും പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ. ഇഫ് വെസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് അല്ലെങ്കിൽ ബിക്കംസ് എന്നുള്ള ഇതിൽ എന്ത് വേണമെങ്കിലും ആകാം. വെസ്റ്റ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വെസ്റ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് അല്ലെങ്കിൽ ബിക്കംസ് നോർത്ത് ഈസ്റ്റ്. സോ വെസ്റ്റ് എന്തായി? നോർത്ത് ഈസ്റ്റ് ആയി. അതായത് നോക്കിയാൽ ഇവിടെ വരെ ഒരു 90 ഡിഗ്രി, ഇവിടെ ഒരു 45 ആണ്. ദാറ്റ് മീൻസ് 135 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദെൻ സൗത്ത്. സോ സൗത്തും ഇതേപോലെ എന്താണ്? 135 ഡിഗ്രി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞാൽ, സൗത്ത് 135 ക്ലോക്ക് വൈസിൽ തിരിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ വരും? നോർത്ത് വെസ്റ്റ്. ആൻസർ വിൽ ബി നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വരും. ഓക്കെ. ദെൻ എ ബോയ് ഈസ് ഫേസിങ് ഈസ്റ്റ്. ദെൻ ടേണിംഗ് ടു ദ റൈറ്റ് ആൻഡ് ഹി ഗോസ്. സോ ഈസ്റ്റിലേക്കായിരുന്നു ഫേസ് ചെയ്യുന്നത്. ടേണിംഗ് ടു റൈറ്റ് ആൻഡ് ഗോസ് 20 meters. ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയായിരുന്നു. സോ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെസ്റ്റ്, നോർത്ത്, സൗത്തിലേക്ക് വരും 20. ദെൻ ടേണിംഗ് ടു ദ ലെഫ്റ്റ്. ഓക്കെ, ഫേസിങ് ഈസ് ടേണിംഗ് ടു റൈറ്റ് ആൻഡ് ഗോസ്, ദാറ്റ് മീൻസ് നോർത്ത് ആണ്. ദെൻ ടേണിംഗ് ടു ദ ലെഫ്റ്റ്. സോ സൗത്തിലേക്ക് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും 20, again 20 meter. ആൻഡ് ടേണിംഗ് ടു ദ റൈറ്റ്. സോ ഇപ്പോൾ ഈസ്റ്റിലേക്കാണ്, റൈറ്റ് മീൻസ് അഗെയിൻ സൗത്തിലേക്ക് വരും ഒരു 20. ദ മാൻ ടേണിംഗ് ടു റൈറ്റ് ആൻഡ് ഗോസ് 40. സോ 40, ദാറ്റ് മീൻസ് ഇവിടെ ടു ദിസ് 20 ആണെങ്കിൽ ഇവിടെ വരെ 40. ദെൻ അഗെയിൻ ഗോസ് 40 meters ടു ദ റൈറ്റ്. സോ ഇപ്പോൾ വെസ്റ്റിലേക്കാണ്, വെസ്റ്റിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോർത്തിലേക്ക് വരും 40. സോ 20 ഇത് 40 വരും. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ഹിസ് ഒറിജിനൽ പൊസിഷൻ? സോ ഇതായിരുന്നു ഒറിജിനൽ പൊസിഷൻ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ഡയറക്ഷനിലാണ്? വെസ്റ്റ് ഡയറക്ഷനിലാണ്. വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ. ദെൻ 50th question. ABC started walking down on a road in the evening while facing sun. So while facing sun, that means ഈവനിങ്ങിലാണ് ഫേസിങ് സൺ. സോ ഈസ്റ്റ് വെസ്റ്റിലേക്കാണ് വരുന്നത്, ഫേസിങ് സൺ. ആഫ്റ്റർ വാക്കിംഗ് ഫോർ എ ഡിസ്റ്റൻസ്, സോ ഫേസിങ് സൺ. സോ വെസ്റ്റിലേക്ക് ഡയറക്റ്റ് നടന്നു. ആഫ്റ്റർ വാക്കിംഗ് എ ഡിസ്റ്റൻസ് ഹി ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ്. സോ വെസ്റ്റിലേക്ക് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡയറക്ഷനിൽ വരും. ആൻഡ് ടേൺ ടു ഹിസ് റൈറ്റ്. സോ ഇവിടെ നമുക്ക് സൗത്തിലേക്കാണ്, റൈറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ഈ ഡയറക്ഷൻ വരും. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? ഒബ്വിയസ്ലി ഏത് ഡയറക്ഷനിലാണ്? ഇത് വെസ്റ്റ് ഡയറക്ഷനാണ്. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഡയറക്ഷൻ ടെസ്റ്റ് വരുന്നത്. ദെൻ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലെ 5 ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് വൺ, five friends PQRST are sitting in 2 rows facing north. In a row facing north. So നോർത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് 5 പേര്. ഓക്കെ, 1 2 3 4 5. ഓക്കെ. S is between T and Q. S is between T and Q. And Q is to the immediate left of R. So R ന്റെ immediate left ആണ് Q വരുന്നത്. P is to the immediate left of T. നേരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ. അറേഞ്ച്മെന്റ് കിട്ടി. Who is sitting at the extreme left end? So extreme left endൽ ആരാണ്? P ആണ്. എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ P. So അത്രത്തോളം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 6 friends PQRST are sitting
പിന്നെ ഹെക്സഗണൽ ടേബിൾ. ഇവിടെ 6 സൈഡ് ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. 1 2 3 4 6. Okay. At the one corner hexagonal table, each at the one corner are facing center. P is second to the left of U. P is second. So U ഇവിടെ ആണെങ്കിൽ ഫേസിങ് സെൻറ്റർ ആണെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ P വരും. Q is the neighbor of R. Q is the neighbor of R. Q is the neighbor of R and S. Q is the neighbor of R and S. So ഇവിടെ നമുക്ക് Q ഇവിടെ കൊടുക്കാം, R S തിരിച്ചു ആകാം. T is the second left of S. T ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ ഇനി എന്താ ചോദിച്ചത്, വിച്ച് വൺ ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു എസ്. ഇതെങ്ങനെയാണ് ഓപ്പോസിറ്റ് വരുന്നത്? സോ എസിന് ഓപ്പോസിറ്റ് ആയിട്ട് ആരാണ് വരുന്നത്? എസിന് ഓപ്പോസിറ്റ് ആയിട്ട് പി. എസിന് ഓപ്പോസിറ്റ് ആയിട്ട് പി. ഓക്കെ. ദെൻ ഇതെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 6 8 വരുന്ന കേസ്, 8 പ്ലസ് സർക്കുലർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒറ്റയടിക്ക് കിട്ടില്ല. അതായിരിക്കും നമുക്ക്, അതായത് നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചതിൽ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു 8 പേഴ്സൺസ്, 8 ആണ് സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ. സോ 1 2 3 4 5 6 7 8. Okay, circular table facing center. 2 persons sit between Q and W. V is immediate left of W. So നമുക്ക് W എടുത്തു, and immediate left V. Q 2 persons sitting between Q and W. Q and W. So നമുക്ക് ഒന്നുകിൽ Q ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ Q ഇവിടെ എടുക്കാം. സോ ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് Q ഇവിടെ എടുത്തു. 2 persons between Q and W. V is it immediate to V. 3 persons sit between S and T. 3 persons sit between S and T. 3 persons sit between S and T. Three persons sit between S and R is immediate left of T. R is immediate left of T. Three persons between S and T. Then R is immediate left of T. R immediate left of R sit immediate left of T. U is not neighbor of P. U is not the neighbor of P and Q. So U P യുടെയും വരില്ല. U is not the neighbor of P. One person sit between P and Q. One person sit between P and Q. So P ഇവിടെ എടുക്കാം, then U ഇവിടെയും കൊടുക്കാം. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫിഗർ വരയ്ക്കേണ്ടി വരും. സോറി, ഇവിടെ എസ് ടി എ ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വരച്ചപ്പോൾ കറക്റ്റായി പോയതാണ്. സോ സംടൈംസ് നമ്മൾ നേരെ തിരിച്ചാണ് എടുത്തിരുന്നെങ്കിൽ ഈ രീതിയിൽ വരില്ല, വേറെ രീതിയിൽ വന്നേനെ. സോ ഇപ്പോൾ 1 person sit between P and Q, അതും കറക്റ്റായി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? Q sit immediate right of U. Q sit immediate right of U. So Q sit immediate. സോ യുവിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് Q വരുന്നത്, ഫേസിങ് സെൻറ്റർ ആണ്. സോ ഫസ്റ്റ് വൺ ഒഴിവാക്കി, വരില്ല. 1 person sit between P and S. സോ പിയുടെയും എസിൻ്റെ ഇടയ്ക്ക് പിയും എസ് അടുത്തടുത്താണ് വരുന്നത്, വരില്ല. 1 person sit between S and U നമുക്ക് കൺസിഡർ ചെയ്യാം. 3 persons sit between Q and R. ക്യൂവിനും ആറിനും ഇടയ്ക്ക് ഒരാൾ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 3 അല്ല, അതിലും കൂടുതലാണ്. ദെർഫോർ നമുക്ക് ഏത് കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 1 person sit between S and U. അപ്പോൾ സംടൈംസ് നമുക്ക് ഇതിലെടുക്കുന്ന ഏതെങ്കിലും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ 2 ഡയഗ്രാമോ 3 ഡയഗ്രാമോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും.
ഇവിടെ വരച്ചപ്പോൾ ഇവിടെ എസ് ടിയും എസും ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ നമുക്കിത് ഒരു ഡയഗ്രം കൂടെ ചിലപ്പോൾ വരയ്ക്കേണ്ടി വന്നേനെ. ഇത് ഞാൻ വരച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. A, B, C, D, E. A, B, C, D, E are sitting on a bench. A is sitting next to B. So നമുക്ക് 5 പേരേ ഉള്ളൂ, നേരെ എഴുതി പോകാം. A is sitting next to B. B ഇവിടെയാണെങ്കിൽ A. C is sitting next to D. C is sitting next to D. D is not sitting with E. O is on the left end. So E left endലാണ്. E, D, C is sitting next to D. That means C, D ഇങ്ങനെ എഴുതി. C is on the second position from the right. So right side ഇതാണ് 5 പേര് സെക്കൻഡ് പൊസിഷനിലാണ്. സെക്കൻഡ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്. ഫസ്റ്റ് പൊസിഷനിൽ D, സെക്കൻഡ് പൊസിഷനിൽ C. A is to the right of B. കറക്റ്റ് ആണ്. B and E കറക്റ്റ് ആണ്. A and C are sitting together. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. വരച്ചപ്പോൾ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ഇൻ വിച്ച് പൊസിഷൻ B is sitting? നോക്കുക, B is sitting between E and A. B is sitting between E and A. B is sitting between E and A is the right answer. Then so the blood relational question ആണ്. A അല്ല, in a line, seating arrangement എന്നാണ് വരുന്നത്. In a line, A sit 12th from the left, B sitting 20th from the right and 5th to the left of A. So ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് ആണ് വിചാരിക്കുക. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. സോ A sit 12th from the left. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, സോ കുറേ ഇങ്ങനെ വന്നിട്ട് A എന്ന് പറയുന്നത് 12th ആണ്, A. ദെൻ റൈറ്റ് എൻഡിൽ നിന്ന് B sitting 20th from the right and 5th to the left of A. So that means under 12th, then 1, 2, 3, 4, 5. 5th എന്ന് പറയുന്നതാണ് B. That means 11, 9, 10, 11, 9, 10, 8. ഇത് 7th പൊസിഷനാണ്. That means ലെഫ്റ്റ് സൈഡിൽ 7th പൊസിഷനാണ്. ഇനിയും എത്ര ഉണ്ട്? 6 പൊസിഷൻസ് കൂടെ ഉണ്ട്. ഇത് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നിന്ന്, B എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ നിന്ന് 20th പൊസിഷനാണ്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റിൽ നിന്ന് 6 എണ്ണം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? 7ാമത്തതാണ് B വരുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് എത്രയാണ്? 20th ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടുന്ന് 6 ഉണ്ട്, അത് കഴിഞ്ഞ് B എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ 20 ആണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് 6 ഉണ്ട്, അവിടുന്ന് 20 ഉണ്ട്. ടോട്ടൽ എത്ര വരും? 6 + 20, 26. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ. ബ്ലഡ് റിലേഷൻസ്. PQ, RST and you are 6 members in a family. R is the spouse of Q. R is the spouse of Q. ആറും ക്യൂവും കപ്പിൾസ് ആണ്, സ്പൗസ് ആണ്. U is the mother of T and S. U is the mother of T and S. T and S is daughter of U. U is the mother of T and S is the daughter of U. U is the mother of T and S is the daughter of U. P's daughter is T and R's son is P. R-ന്റെ Qന്റെ son ആണ് P. Then there are 2 couples in the family. P's daughter is T. So P മൈനസ് പറഞ്ഞു, Pയുടെ ഡോട്ടർ ആണ് T. T and U is the mother. So that means U ഇവിടെ വരും. U is the mother of T and S is the daughter of U. S is the daughter of U. S is the daughter. That means T യും S ഉം തമ്മിൽ എന്താണ്? സിബ്ലിങ്സ് ആണ്, സിസ്റ്റേഴ്സ് ആണ്.
There are two couples. കൊണ്ട് ആറും ക്യൂവും കപ്പിൾസ് ആണ്, പിയും യുവും കപ്പിൾസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ടി ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ക്യൂ. ടി ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ക്യൂ. കറക്റ്റ് അല്ലേ? സോ ക്യൂ ഇതിൻ്റെ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും സൺ അല്ലെങ്കിൽ ഡോട്ടർ, അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഗ്രാൻഡ്. സോ ഗ്രാൻഡ് ഡോട്ടർ ക്യൂ. ടി ഈസ് ദ, ടി എന്ന് പറയുന്നത് എന്താണ്? വുമൺ ആണ്. ദെയർഫോർ ഗ്രാൻഡ് ഡോട്ടർ. ക്യൂ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ടി. നമുക്ക് ക്യൂവും ആറും തമ്മിൽ ഇതിൽ ആരാണ് മെയില് ഫീമെയിൽ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അവർ കപ്പിൾസ് അല്ലെങ്കിൽ സ്പൗസ് ആണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Therefore answer T is the granddaughter of Q. Then next one, pointing to a photograph. And ഇതേപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും വരുന്നതാണ്. Pointing to a photograph of a boy, Suresh said he. That means boy. Boy. That boy. That boy is the son of. Is the son of. Is the son of the only son of my mother. Only son of my mother. Only son of my mother. So he is the son of, only son of my mother. That means സുരേഷിൻ്റെ മദറിൻ്റെ only son എന്ന് പറഞ്ഞാൽ ആരാണ്? സുരേഷാണ്. മദറിൻ്റെ only son എന്ന് പറഞ്ഞാൽ ആരാണിത്? സുരേഷാണ്. സുരേഷിൻ്റെ സൺ ആണ് ആ ബോയ്. ഹൗ ഈസ് സുരേഷ് റിലേറ്റഡ് ടു ദാറ്റ് ബോയ്? ഈ ബോയുടെ ആരാണ് സുരേഷ്? ഫാദർ. ഫാദർ. Then 58th question. A is the son of C. A is the son of C. Okay, സിയുടെ സൺ ആണ് എ. സി ആൻഡ് ക്യൂ ആർ സിസ്റ്റേഴ്സ്. സിയും ക്യൂവും സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് രണ്ടുപേരും ഫീമെയിൽ ആണ്. ഇസഡ് ഈസ് ദ മദർ ഓഫ് ക്യൂ. ദാറ്റ് മീൻസ് സിയുടെയും ക്യൂവിൻ്റെയും മദർ ആണ് ഇസഡ്. ക്യൂ ആൻഡ് പി ഈസ് ദ സൺ ഓഫ് ഇസഡ്. സോ പി ഇതിൻ്റെ ഇവരുടെ സിബ്ലിങ്സ് ആയിട്ട് വരും പി. അയാൾ മെയിലാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? പി ഈസ് ദ മെറ്റേണൽ അങ്കിൾ ഓഫ് എ. P is the maternal uncle of A. P is the maternal uncle of A. So എയുടെ അമ്മയുടെ ബ്രദറാണ് പി. സോ അമ്മയുടെ ബ്രദറിനെയാണ് എന്ത് വിളിക്കുന്നത്? മെറ്റേണൽ അങ്കിൾ. പി ആൻഡ് എ ആർ കസിൻസ്. പിയും എയും കസിൻസ് അല്ല. സി ആൻഡ് പി ആർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സിയും പിയും എന്താണ്? സിബ്ലിങ്സ് ആണ്. ഒരാൾ സിസ്റ്ററും ഒരാൾ ബ്രദറുമാണ്. സി അല്ല. ക്യൂ ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് father. So Q grandfather ഒന്നും അല്ല എയുടെ. Therefore choice A is the right answer. Then A plus B എന്ന് പറഞ്ഞാൽ A is the father. നമുക്ക് തന്നിരിക്കുന്ന നോക്കാം. D into E. D cross E. So into വരുന്നത് means D is the brother of E. ഡി എന്ന് പറയുന്നത് ബ്രദർ ഓഫ് ഇ ആണ്. ദെൻ ഇ പ്ലസ് എഫ്. പ്ലസ് എന്ന് പറഞ്ഞാൽ മീൻസ് എ ഈസ് ദ അല്ലെങ്കിൽ ഡി ഈസ് ദ അല്ലെങ്കിൽ ഇ ഈസ് ദ ഫാദർ ഓഫ് എഫ്. സോ ഇയും പ്ലസ് ആണ് എഫിൻ്റെ ഫാദർ. ദെൻ ഡി ഈസ് ദ ഫാദർ ഓഫ് എഫ് ആകില്ല. ഡി ഈസ് ദ അങ്കിൾ ഓഫ് എഫ്. ഡി ഈസ് ദ ഫാദറിൻ്റെ ബ്രദർ. ദാറ്റ് മീൻസ് ഡി ഈസ് ദ അങ്കിൾ ഓഫ് എഫ്. നമുക്ക് വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ആർ സിസ്റ്റേഴ്സ്. എ ആൻഡ് ബി ആർ സിസ്റ്റേഴ്സ്. സോ എയും ബിയും സിസ്റ്റേഴ്സ് ആണ്. മൈനസ് ബി ഈസ് ദ വൈഫ് ഓഫ് സി. ബി ഈസ് ദ വൈഫ് ഓഫ് സി. സിയുടെ സ്പൗസ് ആണ് ബി. D is the son of E. F is the daughter of B. F എന്ന് പറയുന്നത് ബിയുടെയും സിയുടെയും ഡോട്ടർ ആണ് എഫ്. D is the son of E. F is daughter of B. G is the husband of A. G is the husband of A. So എയുടെ ഹസ്ബൻഡ് ആണ് G. E is the father of B. E is the father of B. സോ ബിയുടെ ഫാദറാണ്. ബിയുടെ അതായത് എയുടെയും ബിയുടെയും ഫാദറാണ് ഇ. ദെൻ ഡി ഈസ് ദ സൺ ഓഫ്. ഡി ഈസ് ദ
son of. D is the son of E. Eയുടെ son ആണ്. So that means എയുടെയും ബിയുടെയും എങ്ങനെ എഴുതാം, എയുടെയും ബിയുടെയും സിബ്ലിംഗ് ആയിട്ട് വരും ആര്, ഡി, സൺ ആണ്. ഓക്കെ. സോ എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, ഹൂ ഈസ് ദ ബ്രദർ ഓഫ് ബി, ഹൂ ഈസ് ദ ബ്രദർ ഓഫ് ബി, ബിയുടെ സിസ്റ്റർ ആണ് എ, ബ്രദർ ആണ് ഡി. ഡി ഈസ് ദ റൈറ്റ് ആൻസർ, ഡി. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് 40 മാർക്സിൻ്റെ ബിസിനസ് മാത്തമാറ്റിക്സ്, 20 മാർക്സിൻ്റെ ലോജിക്കൽ റീസണിങ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്. സോ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നത്. ഡ്യൂറിങ് ദ ടാബുലർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ, ഡാഷ് ഈസ് ദ എൻറ്റയർ അപ്പർ പാർട്ട് ഓഫ് ദ ടേബിൾ വിച്ച് ഇൻക്ലൂഡ്സ് കോളംസ് ആൻഡ് സബ് കോളംസ്. എന്താണ് വരുന്നത്, ബോക്സ് ആയിട്ട്. In a market research, divide a city into 5 regions where variation with the region is little and there is maximum variation between regions, and randomly selected 100 households from each region for a survey. This sampling method is known as. So divide ചെയ്യുക means stratas ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്, stratified sampling. Then frequency density of a class interval may be defined as the ratio of the frequency of class length to the corresponding class interval, അല്ല frequency of that class interval to the corresponding class length. So എന്താണ് frequency of the then according to the dash, if a sample of fairly large size is drawn from a population under discussion at random, then on an average the sample would possess the characteristic of the population. So law of statistical regularity. എല്ലാം തിയറിയാണ് വന്നിരിക്കുന്നത്. ഓൺ ഡാഷ് ദ ഫ്രീക്വൻസി സ്റ്റാർട്ടിംഗ് ഫ്രം എ റാദർ ലോവർ വാല്യൂ ഗ്രാജുവലി റീച്ചസ് ദ മാക്സിമം വാല്യൂ സംവെയർ നിയർ ദ സെൻട്രൽ പാർട്ട് ആൻഡ് ഗ്രാജുവലി ഡിക്രീസസ് ടു റീച്ച് ഇറ്റ്സ് ലോവസ്റ്റ് അറ്റ് ദ അതർ എക്സ്ട്രീം. സോ എന്താണ് വരുന്നത്, സോ കുറഞ്ഞു കൂടി കൂടി വന്നിട്ട് താഴേക്ക് വരുന്നു. ദാറ്റ് മീൻസ് എന്താ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെയാണ് എന്ത് വിളിക്കുന്നത്, ബെൽ ഷേപ്ഡ്. Then next one, the diagonal representation of cumulative frequency distribution is എന്താണ്, ഒജീവ്. ലെസ് ദാൻ ആകാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ് ആകാം. Then next one, this type of sampling method depends entirely on the description or judgment of the sampler. എന്താണ്, purposive sampling. Again theory, a complete theory. Which of the following sampling method is completely free from sampler's bias? Random sampling. So randomly ആണ് സെലക്ട് ചെയ്യുന്ന, ഒരു രീതിയിലുള്ള ബയാസും വരില്ല. Random sampling. So in the stratified sampling, strata variances differ significantly among themselves. We take resources to Neyman's allocation pair. So നമുക്ക് ഇതാണ് Neyman's allocations വരുന്നത്. Sample size is proportional to the population size. പക്ക തിയറി. ഇത് ഒന്നും അധികം ടൈം ചോദിക്കാത്തതാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള തിയറി കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. സോ ഇത് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ഫസ്റ്റ് ചാപ്റ്ററിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ നെക്സ്റ്റ്, so mean of 5 observation x plus 1, x plus 3, x plus 5, x plus 7 and x plus 9 is given that 125. Then value of x. So mean നോക്കുക, ഇടയിലായിട്ട് വരുന്ന 1, 2, 3, 4, 5 ആണ്. so that means നമുക്ക് mean average. സോ തന്നിരിക്കുന്നതിൻ്റെ എല്ലാം ആഡ് ചെയ്യുക. 5 ടേംസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 3 എക്സ് പ്ലസ് 5 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 9 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് എത്രയാണ്, 125 ആണ്. എക്സ് എത്ര തവണ ആഡ് ചെയ്തിട്ടുണ്ട്, 1, 2, 3, 4, 5. 5 ടൈംസ് എക്സ് ആഡ് ചെയ്താൽ 5x ആണ്, പ്ലസ് എക്സ് പ്ലസ് 1. സോ 1 പ്ലസ് 3 4 ആണ്, പ്ലസ് 5 9, 16 പ്ലസ് 9 എത്രയാണ്, 25. എക്സ് പ്ലസ് 25 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 125. ദാറ്റ് മീൻസ് 5x is equal to 125.
into 5 minus 25 divided by 5. 5x into 5 minus 25. 5x 600. That implies x equal to 120. X is equal to 120. X is equal to 120. So in a group, unit 1 has 70 people with a monthly salary 2500, and unit 2 has 650 with the salary of 2750, approximate combined. So in 700 into 2500 plus 650 into 2750 divided by 700 plus 650, that means 1350. നേരെ കാൽക്കുലേറ്ററിൽ 700 into 2500 ഈക്വൽ അടിക്കുക, 650 into 2750 ഈക്വൽ അടിക്കുക, GT divided by 1350 കിട്ടും 2620.37. So it അടുത്ത് വരുന്ന 2620 is the right answer. Then next one, the two variables x and y are related as 2x plus 3, 2x minus 3y minus 3 equals 0. Mode of x, mode mean median mode, measures of cellular tendency are affected due to change of origin and scale. So നമുക്ക് 2x minus 3y minus 3 equal to 0. That implies നമുക്ക് എങ്ങനെ എഴുതാം, 3y equal to 2x minus 3. So that means 3 into നമുക്ക് വേണ്ടത് mod of y is equal to 2 into mod of x minus 3. That means 3 into mod of y is equal to 2 into 15 minus 3. 30 minus 3 27 ആണ്. Therefore mod of y എത്ര വരും, 27 divided by 3 9, because mod is affected due to change of scale and origin. രണ്ടും affect ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് രണ്ടും എടുക്കേണ്ടി വന്നത്. Change of affected due to change of origin and change of scale. So that means 9 is the right answer. The next one, arithmetic mean of two numbers 64 and harmonic mean. So then geometric mean. So എന്താണ് നമുക്ക് am into hm is equal to എന്താണ് gm square ആണ്. am into hm is equal to gm square. So arithmetic mean 64 ആണ്, harmonic mean 16 ആണ്, നമുക്ക് എന്താണ് geometric mean square. So 16, that implies gm equal to root of 64 into 16. So 64 ന്റെ root 8 ആണ്, 16 root 4 ആണ്, 8 into 4 32 is the right answer. 32 is the right answer. Then mean 21, median 25, then value of mod. So നമുക്ക് ഏത് ഫോർമുല എടുക്കാം, mean minus mod is equal to 3 mean minus median. So mean 21, mod കണ്ടുപിടിക്കണം, 3 into mean 21 minus 25. So 21 ഇത് minus 4 ഇപ്പോൾ വരുമ്പോഴത്തേക്ക് minus 12 plus 12 mod അപ്പുറം വരും, minus mod അപ്പുറം വരുമ്പോൾ plus mod, that means 33 is the right answer. 33. Then next one, continuous frequency distribution. The median of data is 32. If observation is increased by 7, then the median will be, so observation increased by 7 ആണെങ്കിൽ നമുക്ക് എന്താണ് median affect ചെയ്യും. So 32 plus 7 equal to 39. Affected mean median mode affected due to change of origin and scale. Then another question ആണ്, for two variables x and y related as 3x plus 4y minus 7 equal to 0, mean and mean deviation about mean x are
1/2 and 0.5 respectively. Coefficient of mean deviation of y about mean is. So നമുക്ക് വേണ്ടത് mean deviation of y divided by y bar into 100 ആണ്. സോ നമുക്ക് y bar കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആണ്. സോ ഇതിനെ എങ്ങനെ എഴുതാം? നമുക്ക് y bar കണ്ടുപിടിക്കാൻ ഫസ്റ്റ് y bar കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. 3x bar plus 4y bar minus 7 equal to 0. So x bar എത്രയാണ്? 1 mean and 3 into 1.2 plus 4y bar minus 7 equal to 0. So that means 4y bar 3 into 1.2 minus 7 then 3.4. So minus other 3.4. Y bar equal to 3.4 divided by 4, 0.85. Then നമുക്ക് mean deviation of y equal to, so നമുക്ക് ക്വസ്റ്റ്യനിൽ 4y അല്ലേ, 4y equal to minus 3x plus 7 ആണ്. Therefore y equal to minus 3 by 4x plus 7 by 4. Therefore mean deviation of y, so modulus of 3 by 4 into x എത്രയാണ്? 0.4. So that means 3 by 4 nullified due to change of origin but affected in the same ratio, change of scale. .4. So that means നമുക്ക് എത്രയായിട്ടും 3 by 4 into 0.4. So 0.3. 0.3. So that means നേരിട്ട് കൊടുക്കുക 0.3 divided by 0.85 into 100. 0.3 divided by 0.85 into 100. 0.3 divided by 0.85 into 100, 35.29. That means 35.3. 35.3. 35.3 is the right answer. Then another question, two sample size of 30 and 20. How mean as 55 and 60 and standard deviation 5 and 6 respectively, and what would be the standard deviation of combined? So നമുക്ക് so x bar നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 into 55 plus 20 into 60 divided by 50. 30 into 55, 20 into 60 equal divided by 50. 30, 20, 30 into 30 into 55, 20 into 57. So D1 പറയുന്നത് 55 minus 57 minus 2, D2 60 minus 57, that means minus plus 3. Okay, so combined standard deviation കണ്ടുപിടിക്കേണ്ട root of 30 into 5 square minus plus minus 2 square plus 20 in bracket nathu 6 minus plus 3 square divided by 30 plus 20.
ചെയ്ത് നോക്കാം. ചെയ്ത് വരുമ്പം അപ്രോക്സിമേറ്റ്ലി നമുക്ക് 5.95 സംതിങ് ആണ് വരുന്നത്. 5.95. സോ സോൾവ് ചെയ്യുന്ന ഒരു ലെങ്തി ക്വസ്റ്റ്യൻ. Relation between x and y given as 5x minus 3y is equal to 15. Range of x, range. So അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5x minus 3y equal to 15. That means 5x minus 15 equal to 3y ആണ്. y equal to 5 divided by 3x minus 15 divided by 3. That means range of y. Okay, എങ്ങനെ എഴുതാം? So modulus of 5 divided by 3 into range of x. Unaffected due to change of origin but affected in the same ratio, same ratio of change of scale. So 5 by 3 into r of x 24. So 8 3 to 40. 40 is the right answer. Then calculate the coefficient of quartile deviation. Quartile deviation. So quartile deviation formula എന്താണ്? QD Q3 minus Q1 divided by Q3 plus Q1 into 100. So ഇവിടെ n 7 ആണ് അല്ലേ? 1 2 3 4 5 6 7. Then നമുക്ക് ascending order എഴുതിയാൽ 12 11 22 then 33 55 65 88 98. So നമുക്ക് Q3 കണ്ടുപിടിക്കാനുള്ള ഫോർമുല Q1 കണ്ടുപിടിക്കാൻ 1 into n plus 1 divided by 4th. Okay, Q1 so 1 into n plus 1 7 plus 1 divided by 4th. That means second. So 20 Q1 22 ആണ്. Q3 so 3 into that means 6th. 1 2 3 4 5 6. So Q3 3 into 7 plus 1 by 4th observation. That means 88. So 88 minus 22 divided by 88 plus 22 into 100. So 66 divided by right answer 60. 60 is the right answer. 60. Then next one. So Q1 Q3 of a normal distribution 22 and 28. What is the median of distribution? So median Q1 plus Q3 divided by 2. 22 plus 28 divided by 2. 25. 25 is the right answer. Then probability. 2 dice are rolled. Then the probability of getting a greater number on the first die than the second. Given that the sum should be equal to 7. Sum should be equal to 7. So 2 dice throw ചെയ്യുന്നു. 2 dice നമുക്ക് throw ചെയ്യുന്നു. 2 dice throw ചെയ്യുന്നു. Probability of getting greater number on the first die than the first die than the second one. Given that the sum is equal to 7. Sum is equal to 7. So നമുക്ക് സം 7 വരണമെങ്കിൽ 6 1 ഫസ്റ്റ് ഡൈയിൽ 5 2
then 4 3 4 3. So favorable outcome 3 ആണ്. Total outcome 7 വരുന്നതാണ്. 7 വരുന്നത് തിരിച്ചും വരും. ഓക്കെ, 1 6 വരും, 2 5 വരും, 3 4. ദാറ്റ് മീൻസ് ഫേവറബിൾ ഔട്ട്കം 3 ആണ്, ടോട്ടൽ ഔട്ട്കം 6 ആണ്. 1/2. The probability എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഓക്കെ, 7 വരുന്ന ടോട്ടൽ ഔട്ട്കം 6 ആണ്. അതിൽ ഫസ്റ്റ് ഡൈയിൽ ഗ്രേറ്റർ വാല്യൂ വരുന്നത് 3 ആണ്. അത് തിരിച്ചും വരാം. നമുക്ക് 1 6 2 5 3 4 അങ്ങനെ 6 ആണ് വരുന്നത്. ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം അതിലെന്താണ് 3. അങ്ങനെയാണ് ആൻസറിലേക്ക് വന്നിരിക്കുന്നത്. 1/2, 1 divided by 2. Then the tickets are numbered from 1 to 20. Next up, then the tickets are drawn randomly. What is the probability that ticket drawn has a number which has a multiple of 3 or 5? So 1 to 20 ആണ്. 1 to 20 ആണ്. So divisible by 3. നമുക്ക് എത്ര വരും? 20 divided by 3 6 വരും. Then divisible by 5, 20 by 5 4 ആണ്. Then divisible by രണ്ടും കൂടെ 3 and 5, divisible by 15 എത്രയാണ്? 1. So that means നമുക്ക് at least so that means നമുക്ക് divisible by 3 6 plus 4 minus 1. So divided by total 20 ആണ്. So 9 divided by 20. 9 divided by 20 is the right answer. So union P of A union B, P of A plus, P of B minus, P of A intersection B ആണ് എടുത്തിരിക്കുന്നത്. P of A divisible by 3, P of B divisible by 5, intersection divisible by 3 and 5. That means divisible by 15. Then next one. In a class, 50% of students study mathematics and science. So P of M intersection is 50%, and 70% of students study mathematics. P of M 70% ആണ്. Then the probabilities of students studying science given that he is already studying maths. So probability of S given M. P of S intersection M divided by P of M. So എങ്ങനെ എടുക്കാം? നമുക്ക് 50 divided by 70. 5 divided by 7. 5 divided by 7. 5 divided by 7. Then the odds in favor of odds in favor. So P of A odds in favor എത്രയാണ്? 5/12 ആണ്. Therefore obviously P of A complement എന്ന് വരും 7/12. Then odds against P of B complement. P of B complement odds against 9/15 ആണ്. Therefore P of B എത്ര വരും? 6/15. എന്താണ് probability of that if both try, probability problem will be solved. That means P of problem solved. That means P of at least 1 solved. That means 1 minus probability of none solved. None solving. 1 minus P of none solving എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. P of എയും സോൾവ് ചെയ്യത്തില്ല. P of A complement into P of B complement. So 1 minus 7/12 into 9/15. That implies 1 minus 7 into 9, 63 divided by 12 into 15, 180. So 180 minus 63, 117 divided by 180. 117 divided by 180. Then next one. Find the probability that a 3-digit number formed using 1, 3 and 5 without repetition divisible by 3. എവിടെയാണ് ശ്രദ്ധിക്കുന്നത്? നല്ലൊരു ക്വസ്റ്റൻ ആണ്. 1 3 നമുക്ക് തന്നെ ഡിജിറ്റ്സ് ഏതൊക്കെയാണ്? 1 3 5.
അപ്പോൾ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പറാണ്. ഡിവിസിബിൾ ആകുന്ന എപ്പോഴാണ്? ഇതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് മൾട്ടിപ്പിൾ ഓഫ് 3 വരുമ്പോഴാണ്. സോ 3a + 1a + 3 4a + 5 9 ആണ്. ഇത് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്താലും എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ബിക്കോസ് സം ഓഫ് ഡിജിറ്റ്സ് എത്രയായിരിക്കും? 9 ആയിരിക്കും. ദെയർഫോർ നമുക്ക് 3 ഡിജിറ്റ്സ് 3 പൊസിഷൻസ് എത്രയിൽ അറേഞ്ച് ചെയ്യാം? 3 ഫാക്ടോറിയൽ ബേസ്. ഫേവറബിൾ ഔട്ട്കം 3 ഫാക്ടോറിയൽ ആണ്. ടോട്ടൽ ഔട്ട്കം 3 ഫാക്ടോറിയൽ ആണ്. പ്രോബബിലിറ്റി. ഇപ്പോൾ ഫേവറബിൾ ഔട്ട്കം മീൻസ് എന്താണ്? 3 ഡിജിറ്റ് നമ്പറുമാണ്, ഡിവിസിബിൾ ബൈ 3. ദെൻ താഴെയുള്ള 3 ഡിജിറ്റ് നമ്പർ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താലും ഡിവിസിബിൾ ബൈ 3 ആണ്. ബിക്കോസ് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്താലും ഡിജിറ്റ്സിൻ്റെ സം എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് വരുന്നത്. സോ 3 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 6/6 1 കിട്ടും. 1. Then next one is are appeared in an interview at the 3 different companies. First company there are 5 candidates. In second company there are 12 candidates. In the third company there are 15 candidates. What is the probability that R would be selected? That means endana? Probability of selecting. That means probability of selecting in at least one. P of at least 1. ഒരു കമ്പനിയിലെങ്കിലും സെലക്ഷൻ. ദാറ്റ് മീൻസ് 1 മൈനസ് പി ഓഫ് നോ കമ്പനി സെലക്ടഡ്, അല്ലെങ്കിൽ നൺ. സെലക്ഷൻ ഇൻ നൺ ഓഫ് ദ കമ്പനി. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് 1 മൈനസ് പി ഓഫ് ഫസ്റ്റ് കമ്പനി എ കോംപ്ലിമെൻറ്റ്, അതായത് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻറ്റ് എന്നെടുക്കാം. സോ പി ഓഫ് എ ഫസ്റ്റ് കമ്പനിയിൽ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് 5 പേരായിരുന്നു. 1/5 ആണ്. ദെയർഫോർ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് എന്ന് വരും 4/5. 1 മൈനസ് 1/5. ദെൻ സെക്കൻഡ് കമ്പനിയിൽ ബി എന്ന് എടുക്കുകയാണ്. 1/12 ആണ്. പി ഓഫ് ബി 1/12 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് എന്ന് വരും 11/12. പി ഓഫ് സി തേർഡ് കമ്പനിയിൽ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് 1/15 ആണ്. സോ പി ഓഫ് സി കോംപ്ലിമെൻറ്റ് എന്ന് വരും 14/15. നേരിട്ട് കൊടുക്കുക. 1 മൈനസ് 4/5 ഇൻറ്റു 11/12 ഇൻറ്റു 14/15. 14/15. സോ 4, 12, 3 എടുക്കാം. സോ ദാറ്റ് മീൻസ് ഇവിടെ 11 ഇൻറ്റു 14 150. 11 ഇൻറ്റു 14 4/4 into 11 into 14 of 1/12 14/14. 11 into 14 1 minus 154 divided by 5 into 3 into 15. So 225. So that means 1 minus. So that means 225 minus 154. 225 minus 154. That means
71 divided by 225. 71 divided by 225. 71 divided by 225. Then next one. For a theoretical distribution, binomial distribution question. For a binomial distribution, mean NP 10 standard deviation, that means root of NPQ 3 that means NPQ 30, 3 square 9 so 10 Q 9 വരുന്നത് Q equal to 9 by 10 find the number of n so P Q 9 by 10 P 1 minus 9 by 10 1 by 10 so n into 1 by 10 equal to 10 n equal to 10 into 10 100. 10 into 10 100. Then next one, binomial distribution n 25 p mean, so np np is equal to 25 into 0.2, that means 5. Then next question, the quality control inspector finds that 20% of bulbs are defective. Defective batch of 5 light bulbs are selected. What is about the exactly one bulb is defective? So the n 5 defective 0.2 therefore Q 0.8. So P of x equal to 1 so 5C1 NCX P 0.2 raised to x into Q raised to n minus x 0.8 raised to 4. That means 5C1 on 5 into 0.2 into 0.8 raised to 4 so 0.8 into equal to times 3 4 into 0.2 into 5 so 0.4096 0.4096 is the right answer. Then for 90th question, for zone distribution x Poisson variate P of x equal to 1 equal to 3.3 into P of x equal to 2. P of x equal to 2, P of 0.2 P of x equal to 0. P of x equal to 1, that means e raised to minus m into m raised to 1 divided by 1 factorial equal to 0.3. That means e raised to minus m into m equal to 0.3. Then P of x equal to 2. So e raised to minus m into m square divided by 2 factorial equal to 0.2. That means m square into e raised to minus m equal to 0.4. 0.4. So now m square into e raised to minus m divided by m into e raised to minus m equal to 0.4 divided by 0.3. That implies m equal to 4 by 3. P of x equal to 0 implies e raised to minus m into m raised to 0 divided by 0 factorial e raised to minus 4 by 3. M in the value minus 4 by 3 gitti. Then e raised to minus m is equal to minus 4 by 3. Then correlation regression question. The coefficient of correlation between x and y is 6. If u and v are variables defined as u 2u minus x plus 3 equal to 0. And equal and. Therefore, now r xy 0.6 rxy 0.6, then
അടുത്ത എന്താണ് 2u equal to x minus 3. 2u equal to x minus 3. u is equal to 1 by 2 x minus 3 by 2. That means എന്താണ് പോസിറ്റീവ് ആണ് വരുന്നത്, എക്സ് പോസിറ്റീവ് ആണ് വരുന്നത്, എക്സിനോട് ചേർന്ന് വരുന്ന 1/2. അടുത്തത് 3v is equal to minus y plus 2. Therefore v is equal to minus 1/3y plus 2. That means negative. So ഒന്ന് പ്ലസും ഒന്ന് മൈനസ് ആണെങ്കിൽ ആർ യു വി എന്താകും മൈനസ് ഓഫ് ആർ എക്സ് വൈ. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് 0.6. minus of 0.6. Then next one. The coefficient of rank correlation is in a beauty contest is 10 candidates by 2 judges A and B found to be 0.5. If later discovers that the difference in ranks one candidate was wrongly taken as 3 instead of 7. So rank correlation coefficient formula എന്താണ് 1 minus 6 sigma di square divided by n into n square minus 1 എത്രയാണ് 0.5 ആണ്. 1 minus 6 into sigma di square divided by 10 into 10 square minus 1 equal to 0.5. 0.5. So 1 minus 6 sigma di square divided by 990 is equal to 0.5. So 990 into 0.5. So sigma ചെയ്ത് കഴിയുമ്പോൾ sigma di square എത്ര കിട്ടും 82.5. So then sigma di square correct ആയിട്ട് എടുക്കാൻ 82.5 plus 3 square taken as 3 instead of 7 minus 3 square (82.5) plus 7 square minus 3 square. 82.5 plus 49 minus 9. 122.5. Therefore R correct at 1 minus 6 into 122.5 divided by 990. So നേരെ calculator ചെയ്യാം 6 into 122.5 divided by 990. So that is 0.2575. 0.26 in the round of here. Then for values variable x and y, regression equations are given by x plus, so first x plus 2y minus 5 equal to 0, y on x. I did that 2y equal to minus x plus y. That means y equal to minus 1/2 x plus 5/2. So byx minus 1/2. Then അടുത്തത് x on y ആയിട്ട് എടുത്താൽ 2x plus 3y minus 8 equal to 0, x on y. 2x equal to minus 3y plus 8, x is equal to minus 3/2 plus 4. That means bxy equal to minus 3/2. Minus 3/2. Then r square. R square equal to minus 1/2 into minus 3/2 ആണ്. So that means 3/4 ആണ്. R equal to and minus of 3/4 root of 3 divided by 4 അതിൻ്റെ root 3 divided by 4
ഇതിൻ്റെ റൂട്ട് മൈനസ് 0.866. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് -0.7 -0.87. BYX BXY തന്നിരിക്കുന്നു 6. സോ R² = BYX into BXY. സോ 1.6 into 0.4. ഇതിൻ്റെ റൂട്ടാണ് R. 1.6 into 0.4 equal root 0.8 is the right answer. 0.8. Then next one, y equal to, if the slope of the regression line calculated as 3.5, then intercept 14, then the value of y when x is equal to 6. Y equal to a plus bx ആണ്. So y equal to a എന്ന് പറയുന്നതാണ് y intercept 14 plus b 3.5 into 6. So that means എത്ര കിട്ടും? 3.5 into 6 plus 14, 35. Study material question ആണ്. Then next one, which of the following index number does not satisfy reversal test? So നമുക്ക് ഇതെടുക്കാം, പാർഷ്യസ് എടുക്കാം. സോ ബോളീസ് നമുക്ക് എടുക്കാവുന്നതാണ്. ബട്ട് നമുക്കിവിടെ പാർഷ്യസ് എടുക്കാം. രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല. The property of an index number that allows shifting of the base here without referring each unit to the original base is tested by which of the following? ഇതാണ് circular test. Then 98. എല്ലാം തിയറി ക്വസ്റ്റൻ ആണ് ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. സോ ഇത്തവണ കൊണ്ട് സോൾവിങ് ക്വസ്റ്റ്യൻ വരാം. ദ ടെസ്റ്റ് ഓഫ് ഷിഫ്റ്റ് എബിലിറ്റി ഓഫ് ദ ബേസ് ഈസ് കോൾഡ് ടെസ്റ്റ് ഓഫ് ഷിഫ്റ്റ്. ദാറ്റ് മീൻസ് സർക്കുലർ ടെസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഇൻഡെക്സ് നമ്പർ മെത്തേഡ് യൂസസ് കറണ്ട് ഇയർ ക്വാണ്ടിറ്റീസ് ആസ് വെയിറ്റ്? എന്താണ്? പാഷേസ്. കറണ്ട് ഇയർ ക്വാണ്ടിറ്റി ആസ്. ദെൻ ലാസ്റ്റ് വൺ, ഫിഷേഴ്സ് ideal price index is defined as the dash of last price index number and purchase. ഇതാണ് റൂട്ട് ഓഫ് ആണ് വരുന്നത്. ജോമെട്രിക് മീൻ ഓഫ് കംപ്ലീറ്റ് ലാസ്റ്റ് ചാപ്റ്റർ ഓൾസോ കംപ്ലീറ്റ് തിയറി ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. സോ ഈ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് Jan 26 എക്സാമിന് വന്നത്. സോ നിങ്ങൾക്ക് ഡൈവ് വന്നിരിക്കുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നു, അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയത് കറക്റ്റാണോ നോക്കുക. പ്ലസ് അത് വെച്ചിട്ട് നമുക്ക് അടുത്ത എക്സാമിന് വരാൻ നോർമലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് നോർമലി ഇത്തവണ വിട്ടുപോയത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാം. സോ നമുക്കിനിയും 2 കാര്യങ്ങളിലൂടെയാണ് ഡിസ്കഷനിൽ വരുന്നത്. MTP1 MTP2. നാളെ ഈവനിങ് 7 മണിക്ക് നമ്മൾ MTP1 ഡിസ്കസ് ചെയ്യും. മറ്റന്നാൾ ഈവനിങ് MTP2 ഡിസ്കസ് ചെയ്യും. സോ ഓക്കെ, സോ നാളെ നമുക്ക് MTP1 കാണാം. ഓക്കെ, താങ്ക് യു.